Good evening. I am Akshaya. I had an all India rank of 2627 in the year 2020. Now I am doing final year MBBS in AIMS Nagpur. In നമ്മൾ NCERT ചാപ്റ്റർ നമ്പർ 7 സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസിന്റെ എക്സാംപ്ലർ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഡയറക്ട്ലി ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് MCQ. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് which one of the following types of cell is involved in making of the inner walls of blood vessel? ഏത് ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏത് എപ്പിത്തീലിയം അല്ലെങ്കിൽ സെല്ല് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? നമ്മുടെ വലിയ ലാർജ് ഇന്നർ വാൾസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഓപ്ഷനിൽ തന്നിരിക്കുന്ന എന്താ? ക്യൂബോയിഡൽ. ഓപ്ഷൻ എ ക്യൂബോയിഡൽ തന്നിട്ടുണ്ട്, കോളംനർ തന്നിട്ടുണ്ട്, സ്ക്വാമസ് തന്നിട്ടുണ്ട്, സ്ട്രാറ്റിഫൈഡ് ഉണ്ട്. അപ്പോ നമുക്കറിയാം എന്ത് ബ്ലഡ് വെസലിന്റെ ഉള്ളിൽ ലെയർ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? നമുക്കറിയാം ഏറ്റവും തിന്നും അബ്സോർപ്ഷൻ എല്ലാം കേപ്പബിൾ ആയിട്ടുള്ള നമുക്ക് കൂടുതൽ കാണാൻ പറ്റുന്ന സെൽ ടൈപ്പ് ആയ സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം കൊണ്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? ഇന്നർ വാൾ ഓഫ് ലാർജ് ബ്ലഡ് വെസൽ. ഇനി സൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം കൊണ്ടാണ് ഇന്നർ വാൾ ഓഫ് ബ്ലഡ് വെസൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനെ നമ്മൾ എന്തെന്നും കൂടി വിളിക്കും? എൻഡോത്തീലിയം എന്നും കൂടി നമ്മൾ അതിനെ വിളിക്കുന്നു. പിന്നെ ഈ സെൽസ് എങ്ങനെയാണ്? ലാർജ് ആണ്, ഫ്ലാറ്റ് സെൽസ് ആണ്, ആൻഡ് ഫ്ലാറ്റും ആണ്, ആൻഡ് അത് ലൈ ചെയ്യുന്നത് ഒരു തിൻ ബേസ്മെന്റ് മെംബ്രെയിന്റെ മേലെ ആയിട്ടാണ്. अक्षय आपकी वॉइस नहीं आ रही है. अक्षय आपकी वॉइस नहीं आ रही है. ब्रेक. हेलो. ब्रेक हो रहा है क्या वॉइस? हेलो हेलो. अक्षय आपका वॉइस क्लियर नहीं आ रहा है. हेलो. आप व्हाट्सएप पे आओ. ओके ओके. बरोबर आहे 780 त्याचा प्रयोग आपण करू. नंतर त्याने आपण ठीक आहे. हेलो. यस. अभी आ रहा है क्या? हाँ अभी वॉइस आ गया आपका. ओके ओके. Good evening. This is Akshaya. I had an all India rank of 2627 in the year 2020. Now I am doing final year MBBS in AIMS Nagpur. ഇന്ന് നമ്മൾ NCERTയിലെ ക്ലാസ് 11th ചാപ്റ്റർ നമ്പർ 7 സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് ആണ് കാണുന്നത്. ആൻഡ് അതിൽ നമുക്ക് ഡയറക്ട്ലി MCQയിലേക്ക് അടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് MCQ എന്താണ് ചോദിച്ചിരിക്കുന്നത്? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് സെൽ ഇസ് ഇൻവോൾവ്ഡ് ഇൻ മേക്കിംഗ് ദി ഇന്നർ വാൾസ് ഓഫ് ലാർജ് ബ്ലഡ് വെസൽസ്? അതായത് വലിയ ബ്ലഡ് വെസൽസിന്റെ ഉള്ളിലത്തെ ലെയർ ഓഫ് സെൽ, അതായത് ഇന്നർ വാൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഏത് ടൈപ്പ് ഓഫ് സെല്ല് കൊണ്ടാണ്? അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്ത് വേണം? ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെല്ല് എന്താന്ന് അറിഞ്ഞിരിക്കണം. അപ്പോ നമുക്കറിയാം എപ്പിത്തീലിയ, അതായത് ദ കവറിങ് പല രീതിയിലുള്ള സെൽസ് കൊണ്ട് ഉണ്ടാക്കാം. ഇനി ഡിഫറെന്റ് എപ്പിത്തീലിയനെ കുറിച്ച് പഠിക്കണമെങ്കിൽ എന്തറിയണം? അതിന്റെ ഡിഫറെന്റ് ടൈപ്സും അതിന്റെ ഓരോ ഫങ്ഷൻസും എത്രമാത്രം ഡിഫർ ചെയ്യുന്ന അറിഞ്ഞിരിക്കണം. അപ്പോ ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഏത് എപ്പിത്തീലിയാണ്? സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം. സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം. ഇനി സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയത്തില്
ഈ ടേം സ്ക്വാമസ് എന്ന് പറയുന്ന സ്ക്വാമ എന്ന് പറയുന്ന ടേം എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് സ്കെയിൽ ഓഫ് സ്കിൻ എന്ന് മീൻ ചെയ്യുന്ന ടേം ആണ് സ്ക്വാമസ്. സ്കെയിൽ ഓഫ് സ്കിൻ. ഇനി ഈ സ്ക്വാമസ് എപ്പിത്തീലിയത്തിന്റെ പ്രത്യേകത എന്താണ്? അവര് ഫ്ലാറ്റ് ആണ്, അതായത് ഭയങ്കര ഫ്ലാറ്റ് ആയിട്ട് ഒട്ടിക്കിടക്കുന്ന, അതായത് അതിന്റെ തിക്നെസ് അതെന്താന്ന് പറയാം? എക്സ്ട്രീംലി തിൻ ആണെന്ന് പറയാം. ആൻഡ് തിന്നിന്റെ കൂടെ തന്നെ ഫ്ലാറ്റ് ആണെന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ ഇവർ എന്ത് ഫോം ചെയ്യും? ഭയങ്കര ഡെലിക്കേറ്റ് ആയിട്ടുള്ള, അതായത് ഭയങ്കര തിൻ ആയിട്ടുള്ള ലൈനിങ് ആണ് ഇവര് മെയിൻ ആയിട്ട് ഫോം ചെയ്യുന്നത്. ഇനി എക്സാമ്പിൾ പറയാൻ പറ്റും. നമുക്കറിയാം എക്സാമ്പിൾ നമ്മുടെ ബ്ലഡ് വെസൽസ് അല്ലെങ്കിൽ ലങ്ങിന്റെ ആൽവിയോളി ലൈൻ ചെയ്യുന്ന സെൽസ്, വെസൽസ്, ബ്ലഡ് വെസൽസിനെ ലൈൻ ചെയ്യുന്ന സെൽസ്. ഇനി ഇതേപോലെ സെൽ ലൈനിങ് ദി ലങ്ങിന്റെ ആൽവിയോളി. അപ്പൊ ഫസ്റ്റ് ടൈപ്പ് ഓഫ് സെൽസ് നമ്മൾ പഠിക്കുന്ന ഏതിനെ പറ്റിയാണ്? സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം. ഇനി സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം എങ്ങനെയാണ് കാണപ്പെടുന്നത്? അത് എക്സ്ട്രീംലി തിൻ ആണ് ആൻഡ് ഇറ്റ് ഫോംസ് എ ഡെലിക്കേറ്റ് ലൈൻ ഓഫ് ഡിഫറെന്റ് ടിഷ്യൂസ്. അപ്പൊ ഈ ഡെലിക്കേറ്റ് ലൈൻ ഫോം ചെയ്യുന്ന ഫ്ലാറ്റ് ആയിട്ടുള്ള എക്സ്ട്രീംലി തിൻ ആയിട്ടുള്ള ഈ ടൈപ്പ് ഓഫ് എപ്പിത്തീലിയം. ഫസ്റ്റ് വൺ എന്താണ് നമ്മൾ കാണുന്നത്? സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം. സ്ക്വാമസ് മീനിങ് സ്കെയിൽ ഓഫ് സ്കിൻ, അതായത് സ്കിന്നിന്റെ സ്കെയിൽ പോലത്തെ എപ്പിത്തീലിയം. ആൻഡ് അതെങ്ങനെയാണ്? എക്സ്ട്രീംലി തിൻ ആണ്, ഫ്ലാറ്റ് ആണ് ആൻഡ് ഇറ്റ് ഫോംസ് എ ഡെലിക്കേറ്റ് ലൈനിങ്. ഇനി അതിന്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എന്താണ് കാണാൻ പറ്റുക? ബ്ലഡ് വെസൽസിന്റെ ലൈൻ ചെയ്യുന്ന ഇന്നർ വാൾ ഫോം ഉള്ള സെൽ സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം തന്നെയാണ്. ഇനി നമ്മൾ ഈസോഫാഗസ് എടുത്താലും I had a rank of 220. His name's not. NCERT-ലെ class 11-ലെ chapter number 7 സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് ആണ് കാണാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഡയറക്ട്ലി അതിന്റെ MCQ-ലേക്ക് കടക്കാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? Which one of the following types of cell is involved in making the inner walls of large blood vessels? അതായത് ബ്ലഡ് വെസൽസിന്റെ Good evening. This is Akshaya. I had an all India rank of 2627 in the year 2020. Now I'm doing final year MBBS in AIIMS Nagpur. In നമ്മൾ NCERT-ലെ ചാപ്റ്റർ നമ്പർ 7 സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് ആണ് കാണാൻ പോകുന്നത്. അപ്പൊ നമുക്ക് MCQ-ലേക്ക് കടക്കാം. അതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? Which one of the following types of cell is involved in making the inner wall of blood vessels? അതായത് ബ്ലഡ് വെസൽസിന്റെ ഇന്നർ വാൾ ഉണ്ടാക്കുന്ന ടൈപ്പ് ഓഫ് സെൽസ് ഏതാണ്? അപ്പൊ ഓപ്ഷനിൽ എന്തൊക്കെയുണ്ട്? ക്യൂബോയിഡൽ എപ്പിത്തീലിയം ഉണ്ട്, കോളംനാർ എപ്പിത്തീലിയം ഉണ്ട്, സ്ക്വാമസ് എപ്പിത്തീലിയം ഉണ്ട് ആൻഡ് സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം ഉണ്ട്. അപ്പൊ നമുക്കറിയാം എന്ത്? ബ്ലഡ് വെസൽസിന്റെ ഉള്ളിൽ ഉണ്ടാക്കിയിരിക്കുന്ന സെൽസ് ഏത് ടൈപ്പ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തറിയണം? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽസ് ഏതാണ്, ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എപ്പിത്തീലിയം എന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടൈപ്പ് നമ്മൾ പഠിച്ച എന്താ? NCERT-ലെ ആദ്യത്തെ ടൈപ്പ് കൊടുത്തിരിക്കുന്നത് സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം. അതായത് സ്ക്വാമ എന്ന് വെച്ചാൽ എന്താണ്? സ്കെയിൽ ഓഫ് സ്കിൻ എന്നാണ് സ്ക്വാമയുടെ ലിറ്ററൽ മീനിങ്. അപ്പൊ സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം എങ്ങനെയുള്ളതായിരിക്കും? അതായത് എക്സ്ട്രീംലി തിൻ ആയിട്ടുള്ള, മെലിഞ്ഞിട്ടുള്ള, ഫ്ലാറ്റ് ആയിട്ടുള്ള, അതായത് ഒരു തിൻ ലെയർ ഓഫ് മെംബ്രെയിൻ പോലെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഡെലിക്കേറ്റ് ലൈനിങ് ഫോം ചെയ്യുന്ന എപ്പിത്തീലിയമാണ് സിമ്പിൾ സ്ക്വാമസ്. ഇനി ആദ്യത്തെ ടൈപ്പ് പഠിച്ചു. ഇനി ഇത് എവിടെയാണ് കാണാൻ പറ്റുന്നത് അറിഞ്ഞിരിക്കണം. മാച്ച് ദി ഫോളോയിങ്ങിനും അല്ലാണ്ടും ക്വസ്റ്റ്യൻസ് വരാം. അപ്പോ അതിന്റെ എക്സാമ്പിൾ ഏതാണ്? ബ്ലഡ് വെസലിൽ ഏത് തന്നെയാണ്?
സിമ്പിൾ ഗേഷ്യസ് എക്സ്ചേഞ്ച് നടത്താൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന സെൽസ് ഏത് സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം തന്നെയാണ്. ഇനി അല്ലാണ്ട് ഇതെവിടെയാണ് കാണാൻ പറ്റുക? ഈസോഫേഗസിലും ലൈനിങ് ഓഫ് മൗത്തും ഫോം ചെയ്യുന്നത് ഏത് തന്നെയാണ്? നമ്മുടെ സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം ആണ്. അപ്പോ സെൽസ് ലൈനിങ് ഈസോഫേഗസ് എന്ന് പറയാൻ പറ്റും. ആൻഡ് ഫോർത്ത് എക്സാമ്പിൾ എന്താണ്? സെൽസ് ലൈനിങ് മൗത്ത്. ഇനി നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ സ്കിന്ന് എങ്ങനെയാണ്? നമുക്കറിയാം പ്രൊട്ടക്ഷൻ ആണ് സ്കിൻ ചെയ്യുന്നത്. ഇതും സ്ക്വാമസ് എപ്പിത്തീലിയം തന്നെയാണ്. പക്ഷെ ഡിഫറൻസ് എന്താണ്? ഈ സ്ക്വാമസ് എപ്പിത്തീലിയം സിമ്പിൾ അല്ല. കാരണം എന്താണ്? അത് ഡിഫറെന്റ് ലേയേഴ്സിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോ സ്കിന്നിലെ എപ്പിത്തീലിയം ഏതാന്ന് നിങ്ങളോട് ചോദിക്കുമ്പോ നിങ്ങൾ എന്ത് പറയണം? അത് സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം അല്ല, സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയം ആണെന്ന് അറിഞ്ഞിരിക്കുക. സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയം. സ്ട്രാറ്റിഫൈഡ് എന്ന് വെച്ചാൽ സ്ട്രേറ്റ് ഡിഫറെന്റ് ലേയേഴ്സ് ഫോം ചെയ്യും. ആൻഡ് മൾട്ടിപ്പിൾ ലേയേഴ്സിൽ ഫോം ചെയ്ത് പ്രൊട്ടക്ഷൻ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് സ്കിന്നിൽ നമ്മൾ കാണുന്ന സെൽസ്. അപ്പൊ ഇത്രയും കഴിഞ്ഞു. ഇനി സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് കോളുംനാർ എപ്പിത്തീലിയം. കോളുംനാർ എപ്പിത്തീലിയം എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ കോളും പോലെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് കോളുംനാർ എപ്പിത്തീലിയം. ഇനി ഇത് കാണുന്ന മെയിൻ സ്ഥലങ്ങൾ എവിടെയാണോ ഹ്യൂമൻ ബോഡിയിൽ അബ്സോർപ്ഷൻ ആൻഡ് സെക്രീഷൻ കൂടുതൽ കാണുന്നത്, അവിടെയൊക്കെ ഏതിനെ കാണാൻ പറ്റും? നമുക്ക് അബ്സോർപ്ഷൻ ആൻഡ് സെക്രീഷനുമായിട്ട് ഡീൽ ചെയ്യുന്ന ബോഡി പാർട്സിൽ നമുക്ക് കോളുംനാർ എപ്പിത്തീലിയം കാണാൻ പറ്റും. ഇതിന്റെ എക്സാമ്പിൾ ചോദിച്ചാൽ എങ്ങനെയാണ്? നമുക്കറിയാം ഇൻറ്റസ്റ്റൈൻ്റെ ഇന്നർ ലൈനിങ് എങ്ങനെയാണ്? കൂടുതലും അബ്സോർബ് ചെയ്യണം, ഫുഡ് പാർട്ടിക്കിൾസ് അബ്സോർബ് ചെയ്യണം, കുറെ സാധനങ്ങൾ സെക്രീറ്റ് ചെയ്യണം, കുറെ ജ്യൂസസ് സെക്രീറ്റ് ചെയ്യണം. അപ്പൊ ഇത് തന്നെയായിരിക്കും നമ്മുടെ കോളുംനാർ എപ്പിത്തീലിയം ആയിരിക്കും സെൽസ് ലൈനിങ് ഇൻറ്റസ്റ്റൈൻ ഫോം ചെയ്യുന്നത്. ഇനി ഇവരെങ്ങനെയുള്ള സെൽസ് ആണ്? കോളും എന്ന് പറഞ്ഞാൽ എന്താ? നല്ല ടോൾ സെൽസ് ആയിരിക്കും. ഇനി ഈ ടോൾ ആയതുകൊണ്ട് ഈ സെൽസിനെ നമ്മൾ എന്തെന്നും കൂടി വിളിക്കും? പില്ലർ ലൈക്ക് സെൽസ് എന്നും വിളിക്കും. പില്ലർ ലൈക്ക് സെൽസ്, അതായത് തൂണ് പോലെ നല്ല നീണ്ട് മേലോട്ടേക്ക് നല്ല വലുതായിട്ട് കാണുന്ന സെൽസ്. ഇനി ഇതിന്റെ മെയിൻ ഫങ്ഷൻ എന്താണ്? ഫെസിലിറ്റേറ്റ് മൂവ്മെന്റ് അക്രോസ് എപ്പിത്തീലിയൽ ബാരിയർ. അതായത് എപ്പിത്തീലിയൽ ബാരിയറിന്റെ അക്രോസ് ഉള്ള മൂവ്മെന്റ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് സെൽസ് ആണ്? നമ്മുടെ കോളുംനാർ എപ്പിത്തീലിയം ആണ്. ഇനി നമ്മൾ റെസ്പിറേറ്ററി ട്രാക്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ റെസ്പിറേറ്ററി ട്രാക്ടിൽ നമുക്ക് എന്തുണ്ടെന്ന് അറിയാം? നമുക്കറിയാം ഹെയർ ലൈക്ക് പ്രൊജക്ഷൻസ് കാണാൻ പറ്റും നമ്മുടെ ഈ എപ്പിത്തീലിയൽ സെൽസിൽ. അപ്പോ അങ്ങനെയുള്ള ഹെയർ ലൈക്ക് പ്രൊജക്ഷൻ ഉണ്ടാവുന്ന എപ്പിത്തീലിയൽ സെൽസിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? നമ്മൾ സീലിയേറ്റഡ് കോളുംനാർ എപ്പിത്തീലിയം എന്ന് വിളിക്കും. അപ്പൊ റെസ്പിറേറ്ററി ട്രാക്ടിൽ ഏതാന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പറയും? സീലിയേറ്റഡ്, അതായത് സീലിയ ലൈക്ക് പ്രൊജക്ഷൻസ്, ഹെയർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉള്ള എപ്പിത്തീലിയം, സീലിയേറ്റഡ് കോളുംനാർ എപ്പിത്തീലിയം. ഇനി ഇതിന്റെ ഫംഗ്ഷൻ എന്താ? നമുക്കറിയാം റെസ്പിറേറ്ററി ട്രാക്ടിൽ നമുക്ക് എന്താണ്? മൂവ്മെന്റ് ഓഫ് എയറും ബാക്കിയുള്ള മ്യൂക്കസിന്റെയും പ്രസൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോ സീലിയയുടെ മൂവ്മെന്റ് എന്ത് ഫെസിലിറ്റേറ്റ് ചെയ്യും? ഫെസിലിറ്റേറ്റ് പുഷിംഗ് ഓഫ് മ്യൂക്കസ്. എന്നിട്ട് ആ എയറിന്റെ ട്രാക്ട് ക്ലിയർ ഔട്ട് ചെയ്യാൻ നമ്മൾ സീലിയ ഹെൽപ്പ് ചെയ്യും. നമുക്ക് എന്താ ഒരു ചെറിയ നമുക്ക് എയർ ഉള്ളിലോട്ട് പോവും, പുറത്തോട്ട് പോവും. അങ്ങനെ എയറിന്റെ മൂവ്മെന്റ് ആവശ്യമുണ്ടെങ്കിൽ നമുക്കറിയാം മ്യൂക്കസും ബാക്കിയുള്ള സബ്സ്റ്റൻസും ഇങ്ങനത്തെ മൂവ്മെന്റ് എന്ത് ചെയ്യും? എയറിന്റെ മൂവ്മെന്റ് കുറക്കും, ബ്ലോക്ക് ചെയ്യും. അപ്പൊ നമ്മുടെ സീലിയ ഉള്ളതുകൊണ്ട് എന്ത് പറ്റും? ഈ മ്യൂക്കസ് മൂവ്മെന്റ് ഒക്കെ മ്യൂക്കസിനെ ഔട്ട് ഓഫ് ദ വേ ആക്കി ക്ലിയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതാണ് എന്ത് ചെയ്യുന്നത്? സീലിയേറ്റഡ് കോളുംനാർ എപ്പിത്തീലിയം ചെയ്യുന്നത്. ഇനി അടുത്ത് നമ്മൾ കാണുന്നത് ക്യൂബോയിഡൽ എപ്പിത്തീലിയം. ക്യൂബോയിഡൽ എപ്പിത്തീലിയം എന്താ? പേര് പോലെ തന്നെ എങ്ങനെയാണ്? ക്യൂബ് ഷേപ്ഡ് ആണ്. ഇനി ഇത് കാണുന്നത് മെയിൻ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? നമുക്കറിയാം കിഡ്നിയുടെ ട്യൂബ്യൂൾ ലൈൻ ചെയ്യുന്നത്, ലൈനിങ് ഓഫ് കിഡ്നി ട്യൂബ്യൂൾസ് ക്യൂബോയിഡൽ എപ്പിത്തീലിയം ആണ്. ഇനി അത് കൂടാണ്ട് നമ്മുടെ സലൈവറി ഗ്ലാൻസിന്റെ ഡക്റ്റും എടുത്തു നോക്കിയാൽ നമുക്ക് ഏത് എപ്പിത്തീലിയത്തിന്റെ പ്രസൻസ് ആണ് കാണാൻ പറ്റുക? ക്യൂബ് ഷേപ്ഡ് ആയിട്ടുള്ള ക്യൂബോയിഡൽ എപ്പിത്തീലിയത്തിനെയാണ് കാണാൻ പറ്റുക.
ഇനി ക്യൂബോയിഡൽ എപ്പിത്തീലിയത്തിന് ചില സമയം ചില സെക്രീഷന്റെ സ്പെഷ്യലൈസേഷൻ ഉണ്ടാവാം. അങ്ങനെ സെക്രീഷൻ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ക്യൂബോയിഡൽ എപ്പിത്തീലിയത്തിൽ നമ്മൾ കുറച്ചും കൂടി സ്പെഷ്യലൈസ്ഡ് ആയിട്ട് എന്തെന്ന് വിളിക്കും, നമ്മൾ ഗ്ലാൻഡ്യുലാർ എപ്പിത്തീലിയം എന്ന് വിളിക്കും. കാരണം എന്താ, ഗ്ലാൻഡ് ഇസ് കൺസേൺഡ് വിത്ത് സെക്രീഷൻ. അപ്പൊ സെക്രീഷന് പറ്റുന്ന എപ്പിത്തീലിയത്തിന് നമ്മൾ എന്തെന്ന് വിളിക്കും, ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം എന്നും കൂടി വിളിക്കും. അപ്പൊ നമ്മൾ 3 കണ്ടു. ഏതൊക്കെ? സിമ്പിൾ സ്ക്വാമസ് കണ്ടു, കോളുംനാർ കണ്ടു, ക്യൂബോയിഡൽ കണ്ടു. ഇനി ഈ എക്സാമ്പിളും ഈ ബേസിക് ഐഡിയയും വെച്ച് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്തെന്ന് പറയാൻ പറ്റും? ഇന്നർ വാൾ ഓഫ് ലാർജ് ബ്ലഡ് വെസൽസ് ആരാണ് ലൈൻ ചെയ്യുന്നത്? നമ്മുടെ സ്ക്വാമസ് എപ്പിത്തീലിയം. അപ്പൊ അതിന്റെ ആൻസർ എന്താവും? ഓപ്ഷൻ സി, സ്ക്വാമസ് എപ്പിത്തീലിയം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2 കടക്കുകയാണെങ്കിൽ, ടു വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കാറ്റഗറീസ് ഡസ് അഡിപ്പോസ് ടിഷ്യൂ ബിലോങ്? ഏത് കാറ്റഗറിയിലാണ് അഡിപ്പോസ് ടിഷ്യൂ ബിലോങ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? എപ്പിത്തീലിയൽ ഉണ്ട്, കണക്റ്റീവ് ഉണ്ട്, മസ്ക്യുലാർ ഉണ്ട്, ആൻഡ് ന്യൂറൽ ഉണ്ട്. അപ്പോ അഡിപ്പോസ് ടിഷ്യൂ എന്താണെന്ന് നമുക്കറിയാം. അതൊരു ഫാറ്റ് സ്റ്റോറിങ് ടിഷ്യൂ ആണ്. അഡിപ്പോസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഫാറ്റ് സ്റ്റോറിങ് ആയിട്ടുള്ള ടിഷ്യൂ ആണ്. അതൊരു ടൈപ്പ് ഓഫ് ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഇനി അത് എവിടെയാണ് കാണുന്നത്? നമുക്കറിയാം ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. ആൻഡ് അത് നമ്മൾ സ്കിന്നിന്റെ തൊട്ട് താഴെ, അതായത് സബ്ക്യൂട്ടേനിയസ്ലി ആണ് നമുക്ക് കാണാൻ പറ്റുക. ആൻഡ് മെയിൻ ആയിട്ടും അഡിപ്പോസ് ടിഷ്യൂ നമുക്ക് കാണുന്ന റീജിയൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോ അങ്ങനെയുള്ള റീജിയൻസ് എന്താണ്? റൗണ്ട് ഹാർട്ട്, എന്തിനായിരിക്കും? നല്ല കുഷനിങ് ഒക്കെ കൊടുക്കാൻ. ഇനി കിഡ്നി, ഐബോൾസ്, മീസെൻട്രീസ്, ഇവിടെയൊക്കെ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഈ ഫാറ്റ് സ്റ്റോറേജിനായിട്ട് കൺസേൺ ചെയ്യുന്ന അഡിപ്പോസ് ടിഷ്യൂ അല്ലെങ്കിൽ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ നമുക്ക് കാണാൻ പറ്റും. എവിടെ? സബ്ക്യൂട്ടേനിയസ്ലി. ഇനി നമ്മുടെ വെയിൽസിലും ക്യാമൽസിലും ഒക്കെ എടുത്താലും നമുക്ക് വെയിൽസിന്റെ ബ്ലാബർ എന്താണ്? ഈ ഫാറ്റ് സ്റ്റോറിങ് ആയാലും അഡിപ്പോസ് ടിഷ്യൂ ആണ്. ഇനി ക്യാമൽസിന്റെ ഹമ്പും എന്തിനാണ്? സെയിം അഡിപ്പോസ് ടിഷ്യൂ കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? പ്രിവെന്റ്സ് ലോസ് ഓഫ് ഹീറ്റ് പ്രിവെന്റ് ചെയ്യാനുള്ള ഫംഗ്ഷനാണ് നമ്മുടെ ഏതിനുള്ളത്? അഡിപ്പോസ് ടിഷ്യൂന് ഉള്ളത്. ഇനി അഡിപ്പോസ് ടിഷ്യൂനെ കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. നമ്മളിപ്പോ പറഞ്ഞ എന്താ? അഡിപ്പോസ് ടിഷ്യൂസ് ടൈപ്പ് ഓഫ് ലൂസ് കണക്റ്റീവ് ടിഷ്യൂ. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് കണക്റ്റീവ് ടിഷ്യൂന്റെ ക്ലാസിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് നോക്കുവാണ് റിവൈസ് ചെയ്യാൻ വേണ്ടി. അപ്പൊ കണക്റ്റീവ് ടിഷ്യൂ ബ്രോഡ്ലി 3 ടൈപ്പ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെ? ഒന്ന് കണക്റ്റീവ് ടിഷ്യൂ പ്രോപ്പർ, രണ്ടെങ്ങനെയാ? സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട്, കണക്റ്റീവ് ടിഷ്യൂ പ്രോപ്പറും ഉണ്ട്. ഇനി കണക്റ്റീവ് ടിഷ്യൂ പ്രോപ്പറിൽ അഗെയിൻ 2 ഡിവിഷൻ ഉണ്ട്. അതിൽ ഒന്നാണ് ഇപ്പൊ കണ്ട ലൂസ് കണക്റ്റീവ് ടിഷ്യൂ. ഇനി സെക്കൻഡ് എങ്ങനെയാണ്? ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ. ഇനി ലൂസ് കണക്റ്റീവ് ടിഷ്യൂല് എന്തൊക്കെ നമുക്ക് കാണാൻ പറ്റും? ഇപ്പൊ നമ്മൾ ജസ്റ്റ് കണ്ടത് അഡിപ്പോസ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ലൂസ് കണക്റ്റീവ് ടിഷ്യൂ. അപ്പൊ അഡിപ്പോസ് പറയാം, ഏരിയോളാർ ടിഷ്യൂ എന്ന് പറഞ്ഞൊരു ടൈപ്പ് പറയാം, ആൻഡ് റെറ്റിക്യുലാർ നമുക്ക് പറയാൻ പറ്റും ലൂസ് കണക്റ്റീവ് ടിഷ്യൂന്റെ എക്സാമ്പിൾ ആയിട്ട്. ഇനി ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂല് അഗെയിൻ നമ്മൾ എന്തായിട്ട് ഡിവൈഡ് ചെയ്തു? ഡെൻസ് റെഗുലർ, ഡെൻസ് ഇറെഗുലർ ആൻഡ് ഇലാസ്റ്റിക്. ഇത്രയാണ് കണക്റ്റീവ് ടിഷ്യൂ പ്രോപ്പറിൽ ലൂസിലും ഡെൻസിലും ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ എടുത്താൽ നമുക്ക് അഗെയിൻ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ബോൺ, രണ്ടാമത്തത് കാർട്ടിലേജ്, ഇനി മൂന്നാമത്തെ എന്താണ്? ബ്ലഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. ഇനി ബോൺ ഇസ് അഗെയിൻ ഡിവൈഡഡ് എങ്ങനെയായിട്ട്? സ്പോഞ്ചി ആൻഡ് കമ്പാക്ട്. ഇനി കാർട്ടിലേജിന്റെ ഡിവിഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇലാസ്റ്റിക് കാർട്ടിലേജ് കാണാൻ പറ്റും, ഫൈബ്രോ കാർട്ടിലേജ് കാണാൻ പറ്റും, ആൻഡ് ഹൈലിൻ കാർട്ടിലേജ് കാണാൻ പറ്റും. പിന്നെ ബ്ലഡ് നമുക്കറിയാം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ് ബ്ലഡ്. അപ്പൊ കണക്റ്റീവ് ടിഷ്യൂന്റെ ഇത്തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ അഡിപ്പോസ് ടിഷ്യൂ എവിടെ വരും? കണക്റ്റീവ് ടിഷ്യൂന്റെ താഴെയുള്ള കണക്റ്റീവ് ടിഷ്യൂ പ്രോപ്പറില് ലൂസ് കണക്റ്റീവ് ടിഷ്യൂന്റെ എക്സാമ്പിൾ ആണ് അഡിപ്പോസ് ടിഷ്യൂ. ഇനി തേർഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാനാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ കണക്റ്റീവ് ടിഷ്യൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ എ തന്നിട്ടുണ്ട് ബോൺ, ബി തന്നിട്ടുണ്ട് കാർട്ടിലേജ്, സി ബ്ലഡ്, ഡി മസിൽസ്. നമ്മളിപ്പോ ഇപ്പൊ ജസ്റ്റ് കണ്ട ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ബോണും കാർട്ടിലേജും ബ്ലഡും എങ്ങനെ തന്നെയാണ് കണക്റ്റീവ് ടിഷ്യൂസിന്റെ
വേറെ വേറെ ടൈപ്സ് ആണ്. ഇനി മസിൽസ് എന്താണ് ഫോം ചെയ്യുന്നത്? മസിൽസ് മസ്ക്യുലർ ടിഷ്യൂന്റെ താഴെയാണ് വരുന്നത്, അത് കണക്റ്റീവ് ടിഷ്യൂന്റെ താഴെയല്ല വരുന്നത്. അപ്പൊ അതിന്റെ ആൻസർ എന്തായി? മസിൽസ്. ഇനി മസ്ക്യുലർ ടിഷ്യൂ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? മസിൽ ഫൈബേഴ്സ് ആണ് മസ്ക്യുലർ ടിഷ്യൂന്റെ താഴെ വരണമെങ്കിൽ മെയിൻ പ്രീ റെക്വിസിറ്റ്. അപ്പോ അത് മസിൽ ഫൈബേഴ്സ് കണ്ടെയ്നിങ് ആണ്, അതുകൊണ്ട് അത് കണക്റ്റീവ് ടിഷ്യൂ അല്ല. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താ? നമുക്ക് ഇപ്പോ ഇത് വെച്ച് നമുക്ക് പറയാൻ പറ്റും ബോണും കാർട്ടിലേജും ഒക്കെ സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂന്റെ താഴെ വരുന്ന ക്ലാസിഫിക്കേഷനിലാണ്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ ക്ലൈറ്റലം ഇസ് എ ഡിസ്റ്റന്റ് പാർട്ട് ഇൻ ദ ബോഡി ഓഫ് എർത്ത് വാം. ഇനി ചോദിച്ചിരിക്കുന്നത് എർത്ത് വാമിന്റെ ഏതൊക്കെ സെഗ്മെന്റ്സിലാണ് നമുക്ക് ക്ലൈറ്റലം കാണാൻ പറ്റുന്നത്. ഇനി അപ്പോ ഫസ്റ്റ് എന്തായിരുന്നിരിക്കണം, എന്താണ് ക്ലൈറ്റലം? എന്താണ്? നമ്മുടെ എർത്ത് വാം എടുത്ത് നോക്കിയാൽ ഒരു 14th to 16th സെഗ്മെന്റിൽ നമുക്ക് എന്തെന്ന് കാണാൻ പറ്റും? ഒരു പ്രോമിനന്റ് കുറച്ച് കട്ടി കൂടിയ സർക്കുലർ ബാൻഡ്. നമുക്ക് എർത്ത് വാമിന്റെ പിക്ചർ നോക്കിയാൽ തന്നെ മനസ്സിലാവും എന്ത് ക്ലൈറ്റലം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം എന്താ? അത് ബാക്കിയുള്ള ബോഡിനെക്കാളും കുറച്ചുകൂടി തിക്കറാണ്, ഒരു ഗ്ലാൻഡുലർ ടൈപ്പ് ആണ്, ആൻഡ് ഇറ്റ് ഫോംസ് എ സർക്കുലർ ബാൻഡ്. ഇനി അത് എവിടെയാണ് കാണാൻ പറ്റുന്നതാണ് ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ എന്താണ്? 14th, 15th and 16th സെഗ്മെന്റ്സിലാണ് നമുക്ക് ക്ലൈറ്റലം കാണാൻ പറ്റുന്നത്. അപ്പൊ ഈ ഡയഗ്രാം നോക്കിയാൽ എന്താണ്? ബാക്കിയുള്ളതൊക്കെ ഈവൻ ആയിട്ടുള്ള തിക്നെസ് ആണ്, പക്ഷെ ഈവൻ ഇൻ ദ സെൻസ് സ്മൂത്ത് ആയിട്ടുള്ള ട്രാൻസിഷൻ ആണ്. പക്ഷെ സഡൻലി ഇൻ ബിറ്റ്വീൻ നമുക്കൊരു തിക്നെസ് കാണാൻ പറ്റും, അതായത് ഒരു സർക്കുലർ ബാൻഡ് പോലെ, അഥവാ മേലെ കൂടെ ഒരു ബാൻഡ് ഇട്ട പോലെയുള്ള രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? ക്ലൈറ്റലം. ഇനി അതിന്റെ ഫംഗ്ഷൻ എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, അത് ഗ്ലാൻഡുലാർ ആണ്, അതായത് ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സെക്രീഷനുമായിട്ട് സംബന്ധിച്ചതാണ്. അപ്പൊ അത് എന്താണ് സെക്രീറ്റ് ചെയ്യുന്നത്? എന്താണ്? മ്യൂക്കസും ആൽബ്യൂമിനും സെക്രീഷനുമായിട്ട് കൺസേൺഡ് ആണ് നമ്മുടെ ക്ലൈറ്റലം. ഇനി ഈ മ്യൂക്കസ് ആൻഡ് ആൽബ്യൂമിൻ സെക്രീഷൻ കൊണ്ട് എന്താണ് എർത്ത് വാമിനുള്ള ഗുണം? എന്താണ്? ഈ സെക്രീഷൻ ഉള്ളതുകൊണ്ട് അവർക്ക് കൊക്കൂൺ ഫോർമേഷനും ഫെർട്ടിലൈസേഷനും എന്താവും? ഫെസിലിറ്റേറ്റഡ് ആവും. അപ്പൊ നമുക്കറിയാം അവരുടെ എർത്ത് വാമിന്റെ ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ കൊക്കൂൺസ് ഉണ്ടാക്കണം. അപ്പൊ കൊക്കൂൺസ്, ഈ കൊക്കൂൺസ് ഉണ്ടാക്കാനുള്ള ഫോർമേഷന് വേണ്ടിയാണ് എന്ത് ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മുടെ ഗ്ലാൻഡുലാർ സ്ട്രക്ചർ ആയ മ്യൂക്കസ് ആൻഡ് ആൽബുമിൻ സെക്രീറ്റ് ചെയ്യുന്ന ക്ലൈറ്റലം ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ഈ കൊക്കൂണിൽ എന്ത് പറ്റും? ഫെർട്ടിലൈസേഷൻ ഓഫ് ദി എഗ്സ് ആണ് അവിടെ കൊക്കൂണിന്റെ ഫംഗ്ഷൻ. അപ്പൊ ഇത്രയും കാര്യം നോക്കുമ്പോൾ നമുക്ക് എന്തായി? ഏത് സെഗ്മെന്റിലാണ് കാണാൻ പറ്റുന്നത്, ആൻഡ് അതിന്റെ ഫംഗ്ഷൻ എന്താണ്, അതിന്റെ മേജർ ഇമ്പോർട്ടൻസ് എന്താണ് ഫോർ എർത്ത് വാം എന്ന് നമ്മൾ കണ്ടു. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സീറ്റേ ഹെൽപ്പ് ഇൻ ദ ലോക്കോമോഷൻ ഇൻ എർത്ത് വാം, പക്ഷെ ദേ ആർ നോട്ട് യൂണിഫോംലി പ്രസന്റ് ഇൻ ഓൾ സെഗ്മെന്റ്സ്. സെലക്ട് among the following that represents CJ. അപ്പൊ ഏതാണ് താഴെ തന്നിരിക്കുന്നതിന് ശരിയായിട്ടുള്ള ഓപ്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ നമ്മുടെ എർത്ത് വാമിന്റെ ഓരോ സെഗ്മെന്റ്സ് എടുത്ത് നോക്കിയാലും എല്ലാ സെഗ്മെന്റ്സിലും നമുക്ക് സീറ്റേ കാണാൻ പറ്റും. അതായത് നമ്മുടെ ഈ പിക്ചർ എടുത്താൽ തന്നെ നമുക്ക് എക്സാക്ട്ലി ക്ലിയർ അല്ല, പക്ഷെ ഈ അറ്റത്ത് ചെറിയ 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 ഇങ്ങനെയുള്ള ഫിംഗർ ലൈക്ക് ഒരു ചെറിയ ചെറിയ സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് എന്ത്? സീറ്റേ. ഇനി ഈ സീറ്റ് എല്ലാ സെഗ്മെന്റിലും ഉണ്ടോ? എർത്ത് വാമിന്റെ ഫസ്റ്റ് സെഗ്മെന്റും ലാസ്റ്റ് സെഗ്മെന്റും ക്ലൈറ്റലർ റീജിയനും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും എന്ത് കാണാൻ പറ്റും? നമ്മുടെ സീറ്റേന്റെ പ്രസൻസ് കാണാൻ പറ്റും. റോസ് ഓഫ് സീറ്റേ എന്നാണ് എനിക്ക് പറയുക. കാരണം എന്താ? അത്രയും എണ്ണത്തിൽ ഇങ്ങനെ റോ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും, വരി വരിയായിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി ഓരോ സെഗ്മെന്റിന്റെയും നടുക്ക് ഒരു എപ്പിഡേർമൽ പിറ്റ് എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ ഉണ്ട്. ആ എപ്പിഡേർമൽ പിറ്റിലാണ് ഏത് എംബഡഡ് ആയിരിക്കുന്നത്? ഈ ലോക്കോമോഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന സീറ്റേ എംബഡഡ് ആയിരിക്കുന്നത്. ആൻഡ് സീറ്റേ ഹെൽപ്സ് ഇൻ ലോക്കോമോഷൻ, അതായത് മൂവ്മെന്റിന്. ചെറിയ 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 കുഞ്ഞു കുഞ്ഞു കാലുകൾ. ഇനി അത് എവിടെയൊക്കെ ഉള്ളത്? ഫസ്റ്റ് സെഗ്മെന്റിലും ലാസ്റ്റ് സെഗ്മെന്റിലും ക്ലൈറ്റലർ സെഗ്മെന്റ് ഒഴിച്ച് ബാക്കി എല്ലാ സെഗ്മെന്റ്സിലും ഏതിന്റെ പ്രസൻസ് ഉണ്ട്? നമ്മുടെ സീറ്റയുടെ പ്രസൻസ് ഉണ്ട്. അപ്പോ ഫസ്റ്റ് സെഗ്മെന്റ് എങ്ങനെയാണ്? അവിടെ സീറ്റേ ആബ്സെന്റ് ആണ്. ഇനി ഓപ്ഷൻ ബി തന്നിരിക്കുന്ന ലാസ്റ്റ് സെഗ്മെന്റിൽ എങ്ങനെയാണ്? അവിടെയും ആബ്സെന്റ് ആണ്. ക്ലൈറ്റലർ സെഗ്മെന്റിലും നമ്മുടെ സീറ്റേ ആബ്സെന്റ് ആണ്. അപ്പൊ ശരിയായിട്ടുള്ള ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ഡി, 20th to 22nd സെഗ്മെന്റ്. ഇനി 6th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇസ് ട്രൂ ഫോർ കോക്രോച്ച്? കോക്രോച്ചിനെ സംബന്ധിച്ച് ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് തന്നിരിക്കുന്നത് നമ്പർ ഓഫ് ഒവേരിയോൾസ് ഇൻ ഈച്ച് ഓവറി ആർ 10 എന്നാണ് വന്നിരിക്കുന്നത്. ഇത് ശരിയായിട്ടുള്ള ഓപ്ഷൻ ആണോ? അല്ല. കാരണം എന്താണ്? നമുക്കറിയാം കോക്രോച്ചിന്റെ
ഓരോ ഓവറിയിലും, അതായത് കോക്രോച്ചിന് ഒരു പേരുണ്ടാവും. ഇനി ഈച്ച് ഓവറിൽ 8 ഒവേരിയോൾസ് ആണ് ഉള്ളത്, 10 അല്ല. അപ്പൊ അതെന്തായി? തെറ്റായിട്ടുള്ള ഓപ്ഷൻ ആയി. ഇനി ഓപ്ഷൻ ബി പറഞ്ഞിരിക്കുന്നത് ദ ലാർവൽ സ്റ്റേജ് ഇസ് കോൾഡ് കാറ്റർപില്ലർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം കോക്രോച്ചിന്റെ കാറ്റർപില്ലർ എന്തിനാണ്? ബട്ടർഫ്ലൈന്റെ ജുവനൈൽ സ്റ്റേജിനാണ് നമ്മൾ വിളിക്കുന്നത്. ഇതേപോലെ കോക്രോച്ചിന്റെ ജുവനൈൽ സ്റ്റേജിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? നിംഫ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഇതും എന്തായി? തെറ്റായിട്ടുള്ള ഓപ്ഷൻ ആയി. ഇനി ഓപ്ഷൻ സി പറയുന്നത് എന്താ? ഏനൽ സ്റ്റൈൽസ് ആർ ആബ്സെന്റ് ഇൻ ഫീമെയിൽസ്. അതെന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം എന്താ? ആകെ മെയിൽ കോക്രോച്ചിന് മാത്രമേ ഏനൽ സ്റ്റൈൽസ് ഉള്ളൂ. ആൻഡ് എന്താണ് ഏനൽ സ്റ്റൈൽ? നമുക്കറിയാം ഒരു പെയറിൽ കാണാൻ പറ്റുന്ന അൺജോയിന്റഡ് ആയിട്ടുള്ള ഔട്ട് ഗ്രോത്ത് ആണ് ഫ്രം ദി സൈഡ്സ് ഓഫ് 9th sternum. ആൻഡ് 9th sternum എന്ന് പറഞ്ഞാൽ വെൻട്രലി നമുക്ക് കാണുന്ന സ്ക്ലിറൈറ്റ്സ് അല്ലെങ്കിൽ ഹാർഡൻഡ് അതിന്റെ കവറിങ്ങിനെയാണ് സ്റ്റെർണം എന്ന് വിളിക്കുന്നത്. ആൻഡ് ഈ സ്റ്റെർണത്തിന്റെ 9th sternത്തിന്റെ എക്സാക്ട്ലി അതിൽ കാണുന്ന ചെറിയൊരു പ്രൊജക്ഷൻ ആണ്. ആൻഡ് ഇറ്റ് ഇസ് ഫൗണ്ട് ഇൻ ഓൺലി മെയിൽ കോക്രോച്ച്. അപ്പൊ ഫീമെയിൽ എന്തില്ല? നമ്മുടെ ഏനൽ സ്റ്റൈല് കാണാൻ പറ്റില്ല. ഇനി അപ്പൊ അതെന്തായി? അത് ശരിയായിട്ടുള്ള ഓപ്ഷനായി. ട്രൂ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഓപ്ഷൻ സി നമുക്ക് ശരിയാന്ന് പറയാം. ഇനി ജസ്റ്റ് ഓപ്ഷൻ ഡി നോക്കുകയാണെങ്കിൽ ദേ ആർ യൂറിയോടെലിക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം കോക്രോച്ച് എന്താണ്? യൂറിക്കോടെലിക് ആണ്. അപ്പൊ യൂറിയോടെലിക് എന്തായി? തെറ്റായിട്ടുള്ള ഓപ്ഷനായി. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ 6th ക്വസ്റ്റ്യൻ ആൻസർ എന്തായി? ഓപ്ഷൻ സി. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7, മാച്ച് ദി ഫോളോയിങ് ആൻഡ് ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ. അപ്പോ അഡിപ്പോസ് ടിഷ്യൂ നമുക്ക് എങ്ങനെ മാച്ച് ചെയ്യാൻ പറ്റും? നമുക്കറിയാം നോസ് ആയിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല, ബ്ലഡുമായിട്ട് ബന്ധമില്ല. സ്കിന്നായിട്ട് നമുക്കറിയാം സബ്ക്യൂട്ടേനിയസിലാണ് കാണുന്നത്, പക്ഷെ സ്കിന്നുമായിട്ട് വലിയ നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടെ നോക്കാം. 4th ഓപ്ഷൻ തന്നിരിക്കുന്നത് ഫാറ്റ് സ്റ്റോറേജ് ആരാണ് ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മുടെ അഡിപ്പോസ് ടിഷ്യൂടെ ഫംഗ്ഷൻ ആണ് ഫാറ്റ് സ്റ്റോറേജ്. അപ്പൊ എ നമുക്ക് കിട്ടി. എന്തെന്ന്? A4 ആണ് നമുക്ക് കിട്ടി. അപ്പൊ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ A4 ഒന്നിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായി? ആൻസർ ബി ആയി. നമുക്കിനി ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടി ജസ്റ്റ് നോക്കാം. സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം, ഞാൻ ജസ്റ്റ് ക്ലാസ് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതേ ഉള്ളൂ. എന്ത്? സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം എവിടെയാണ് കാണുന്നത്? നമ്മുടെ സ്കിന്നിൽ കാണുന്നതാണ് സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയം. ആൻഡ് ഇറ്റ് എയ്ഡ്സ് ഇൻ പ്രൊട്ടക്ഷൻ. നമുക്കറിയാം വെയർ ആൻഡ് ടയർ ഒക്കെ ഒരുപാട് എബ്രേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് സ്കിന്നിന്. അപ്പൊ സ്കിന്നിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമുക്ക് സ്കിന്നിന്റെ ഔട്ടർ ലെയർ ഏത് എപ്പിത്തീലിയം കാണാം? സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയം. അപ്പൊ അങ്ങനെ നോക്കുമ്പോ എന്താ? സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം ഏതുമായിട്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും? 3 ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ ബി എന്തായി? 3 ആയി. ഇനി സി നോക്കുകയാണെങ്കിൽ ഹൈലൈൻ കാർട്ടിലേജ് എവിടെയാണ്? നമുക്കറിയാം നമ്മുടെ മൂക്കിന്റെ നടുക്ക് കാണുന്ന സെപ്റ്റം ഏതും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഹൈലിൻ കാർട്ടിലേജ്. അപ്പൊ സി എന്തായി? 1 ആയി. ഇനി ഡി നോക്കുകയാണ് ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ഏതാണ്? ബ്ലഡ് ആണ്. അപ്പൊ ഇത്രയും നോക്കുമ്പോൾ നമ്മുടെ ആൻസർ എന്തായി? ഓപ്ഷൻ ബി. ഈ ചാപ്റ്ററിൽ മെയിൻലി കൺസേൺഡ് ആയിട്ടുള്ളത് ഓരോന്നിന്റെ പേരും ആൻഡ് ടിഷ്യൂവിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഓരോ ടൈപ്പ് ഓഫ് സെൽസ് അല്ലെങ്കിൽ എപ്പിത്തീലിയം എവിടെയാണ് കാണാൻ പറ്റുന്നത്, ആൻഡ് അതിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്, ആൻഡ് അതിന്റെ മെയിൻ പോയിന്റ്സ് കുറേയൊക്കെ ഫാക്ട്സ് ആണ്, ബൈ ഹാർട്ട് ചെയ്യേണ്ടതാണ്. പിന്നെ കോക്രോച്ചും എർത്ത് ഫ്രോഗ് ഒക്കെ കൺസേൺ ചെയ്യുകയാണെങ്കിൽ അവരുടെ സ്ട്രക്ചറൽ ഡിഫറൻസസ് ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ, അവരുടെ ഫെർട്ടിലൈസേഷന്റെ ടൈപ്സ് ആൻഡ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത്. ഇനി 8th ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ മാച്ച് ദി ഫോളോയിങ് ആൻഡ് ചൂസ് ദി കറക്റ്റ് ആൻസർ. എന്താ തന്നിരിക്കുന്നത്? ഹെർമഫ്രോഡൈറ്റ് എന്താണ്? നമുക്കറിയാം ഹെർമഫ്രോഡൈറ്റ് എന്ന് പറയുന്നത് അതായത് 2 മെയിൽ സെക്ഷൽ ഓർഗനും ഫീമെയിൽ സെക്സ് ഓർഗനും ഒരേ ആനിമലിൽ വരുമ്പോഴാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഹെർമഫ്രോഡൈറ്റ് എന്നൊരു ആനിമലിനെ വിളിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഏതുമായിട്ട് ജോയിൻ ചെയ്യാം? നമ്പർ 2 ആയിട്ട് ജോയിൻ ചെയ്യാം. കാരണം എന്താ? ടെസ്റ്റിസ് ആൻഡ് ഓവറി ഇൻ ദ സെയിം ആനിമൽ. ഇനി ഓപ്ഷൻ ബി എന്താ ചോദിച്ചിരിക്കുന്നത്? ഡിറക്റ്റ് ഡെവലപ്മെന്റിൽ എങ്ങനെയായിരിക്കും? നമ്മുടെ ലാർവൽ ഫോം ആബ്സെന്റ് ആയിരിക്കും. ലാർവൽ ഫോം ആബ്സെന്റ് ആവുന്നതിനാണ് ഇത് ജസ്റ്റ് ഇങ്ങോട്ടേക്ക് ഡിസ്പ്ലേസ് ആയിപ്പോയി, അതൊന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പൊ ലാർവൽ ഫോം ആബ്സെന്റ് ആവുന്നതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ലാർവൽ ഫോം ആബ്സെന്റ് ആവുന്നതിനെ നമ്മൾ ഡിറക്റ്റ് ഡെവലപ്മെന്റ് എന്ന് വിളിക്കും. ഇനി സി എന്താ തന്നിരിക്കുന്നത്? കീമോ റിസെപ്റ്റർ. എന്താണ് കീമോ റിസെപ്റ്റർ? കീമോ സ്റ്റാൻഡ്സ് ഫോർ കെമിക്കൽസ് ആൻഡ് റിസെപ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഓരോ സെൻസ് ഫീൽ ചെയ്യുന്ന സാധനം. അപ്പൊ കീമോ റിസെപ്റ്റർ ഏതുമായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും? സെൻസ് ഓഫ് കെമിക്കൽ സബ്സ്റ്റൻസ് 4 ആയിട്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇനി
ബ്ലഡ് ഗ്ലാൻഡ് ഇൻ എർത്ത് വർം. അപ്പൊ ബ്ലഡ് ഗ്ലാൻഡ് എർത്ത് വർമിൽ കാണാൻ പറ്റുന്നതിന് എർത്ത് വർമിനെ കാണാൻ പറ്റും. ആൻഡ് അതിന്റെ ഫംഗ്ഷൻ എന്താണ്? ടു പ്രൊഡ്യൂസ് ബ്ലഡ് സെൽസ് ആൻഡ് ഹീമോഗ്ലോബിൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോക്കുമ്പോൾ ഏത് ഓപ്ഷനുമായിട്ടാണ് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുക? A2B3. A2B3 കാണുന്ന ഏത്? ഓപ്ഷൻ എ, C4 ആൻഡ് D1. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? ക്വസ്റ്റ്യൻ നമ്പർ 8ന്റെ ആൻസർ എ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി മാച്ച് ദി ഫോളോയിങ് വിത്ത് റെഫറൻസ് ടു കോക്രോച്ച് ആൻഡ് ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ. ഇനി എന്തൊക്കെയാണ്? ഫാലോമിയർ. ഫാലോമിയർ ഏതിനാണ് ജോയിൻ ചെയ്യാൻ പറ്റുക? നമുക്കറിയാം നമ്മുടെ കോക്രോച്ചിന്റെ എക്സ്റ്റേണൽ ജെനിറ്റേലിയയില് കോപ്പിലേഷൻ ഉപയോഗിക്കുന്ന സ്ട്രക്ചർ ആണ് എന്ത്? ഫാലോമിയർ. അപ്പോ ഇത് നമ്മൾ A4 ജോയിൻ ചെയ്തു. ഇനി A4 വരുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ബാക്കിയുള്ളതും കൂടി നോക്കി നോക്കാം. ഗോണോപോർ. ബി ചോദിച്ചിരിക്കുന്നത് ഗോണോപോർ ആണ്. ഗോണോപോർ എങ്ങനെയാണ്? നമുക്കറിയാം കോക്രോച്ചിൽ കാണുന്ന ഇജാക്കുലേറ്ററി ഡക്ട് ഉണ്ട്. അവിടെ എന്താണ്? ഇജാക്കുലേറ്ററി സെക്രീഷൻ നടക്കുന്നത്. ഇനി അതിന്റെ ഓപ്പണിങ്ങിനെ നമ്മൾ എന്തെന്നാ വിളിക്കുന്നത്? ഗോണോപോർ. പോർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമുക്കറിയാം എന്ത്? ഒരു ഓപ്പണിംഗ് പോലത്തെയാണ്. ഇനി ഗോണോപോർ എന്ന് പറഞ്ഞാൽ ഇജാക്കുലേറ്ററി ഡക്റ്റിന്റെ ഓപ്പണിംഗ്. ഇപ്പൊ B സ്റ്റാൻഡ്സ് ഫോർ 3. ഇനി സി എടുത്ത് നോക്കുകയാണെങ്കിൽ സ്പെർമാറ്റോഫോർ. സ്പെർമാറ്റോഫോർ എന്താണ്? നമുക്കറിയാം കോക്രോച്ചില് സ്പേംസ് ഉണ്ടാക്കുമ്പോൾ അവരൊരു പാക്കറ്റ് പോലെയാണ് ഉണ്ടാക്കുന്നത്. അതായത് കുറെ സ്പേംസ് ഒരുമിച്ച് ഒരു ബണ്ടിലായിട്ട് ഒരു പാക്കറ്റ് പോലെയാണ് റിലീസ് ചെയ്യുന്നത്. ആ ബണ്ടിൽ ഓഫ് സ്പേമിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? സ്പെർമാറ്റോഫോർ. അപ്പൊ സി നമുക്ക് 2 ജോയിൻ ചെയ്യാൻ പറ്റും. ഇനി ഡി എന്താണ്? ഒവേരിയോൾസ്. ഒവേരിയോൾസ് എന്താണ്? അതായത് ഓവറിന്ന് നമുക്കറിയാം ഈച്ച് ഓവറി ഏതാണ്ട് 8 ഒവേരിയോൾസ് വീതം ഉണ്ടാക്കും. ഈ ഒവേരിയോൾസ് നമുക്ക് എങ്ങനെയാണോ പറ്റും? അതായത് ഇങ്ങനെ ഓവം വരിയായിട്ട് നിന്നൊരു ചെയിൻ ഫോം ചെയ്യുന്നതിന് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഒവേരിയോൾസ്. അപ്പൊ നമ്മൾ അതിനെ ഏതുമായിട്ട് ജോയിൻ ചെയ്തു? D4. അപ്പൊ അത് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ബി ആണ് 9th ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി 10th ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ മാച്ച് ദി ഫോളോയിങ് ആൻഡ് ചൂസ് ദി കറക്റ്റ് ആൻസർ. ഇനി അതിൽ എ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ടച്ച്. ടച്ച് ഇതിലായിരിക്കും സെൻസറി പാപ്പിലറി നെർവ്സ്. കൂടുതൽ ടച്ചുമാണ് കൂടുതൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. ഇനി സ്മെല്ല് ഇതിനോടാണ് നമുക്കറിയാം നോസിൽ കൂടെയാണ് സ്മെല്ല് കിട്ടുന്നത്. അപ്പൊ നേസൽ എപ്പിത്തീലിയം. ഇനി ക്രേനിയൽ നെർവ്സ് എങ്ങനെയായിരിക്കും? ക്രേനിയൽ നെർവ്സ് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ ഒരു പാർട്ടാണ്. ആൻഡ് അപ്പൊ മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്തായിരിക്കും? ഫോറാമൻ മാഗ്നം. എന്താണ്? സ്കള്ളിൽ കാണുന്ന ഓപ്പണിംഗ് ത്രൂ വിച്ച് മെഡുല്ല ഒബ്ലോങ്കേറ്റ പാസ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഫോറാമൻ മാഗ്നം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതിന് A3B1 അത് 2 ഓപ്ഷൻ ഉണ്ട്. A3B1. ഇനി സി എന്താണ്? C4 ഇതാണ്. ആൻഡ് ഡി ഫൈനലി 2 ഫോറാമൻ മാഗ്നം. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ഡി. നമ്മുടെ MCQ കഴിഞ്ഞു. ഇനി ഡയറക്ട്ലി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യനിൽ മിക്കതും ജസ്റ്റ് ഫാക്ട്സ് ആണ്. നിങ്ങൾക്ക് അറിയെങ്കിൽ അറിയാന്ന് പറഞ്ഞ് എഴുതി വെക്കാം, അറിയില്ലെങ്കിൽ അറിയില്ല. അപ്പൊ എന്ത് ചെയ്യണം? അത് ബൈ ഹാർട്ട് പഠിക്കാൻ വേണം, വീണ്ടും റിവൈസ് ചെയ്യാൻ വേണം. അല്ലാണ്ട് ലോജിക് ഒന്നും ഉപയോഗിച്ച് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് ദി നമ്പർ ഓഫ് സെഗ്മെന്റ്സ് ഇൻ എർത്ത് വർം വിച്ച് ആർ കവേർഡ് ബൈ എ പ്രോമിനന്റ് ഡാർക്ക് ബാൻഡ് ഓർ ക്ലൈറ്റെല്ലം. നമ്മൾ നേരത്തെ ഓൾറെഡി ക്ലൈറ്റെല്ലത്തിനെ പറ്റി പറഞ്ഞതാണ്. ആൻഡ് അത് എവിടെയാണ് കാണുന്നത്? നമുക്കറിയാം 3 ക്ലൈറ്റെല്ലർ സെഗ്മെന്റ്സ് ആണ് എർത്ത് വർമിന്റെ സ്ട്രക്ചറിൽ ഉള്ളത്. 14th, 15th, 16th ക്ലൈറ്റെല്ലം കാണാൻ പറ്റുന്നത്. അതെന്താണ്? ഒരു സർക്കുലർ ബാൻഡ് ടൈപ്പ് സാധനം. ഇറ്റ് ഇൻവോൾവ്സ് ഇൻ സെക്രീഷൻ. അതായത് ഗ്ലാൻഡുലാർ ആണ് ഇൻ നേച്ചർ. മ്യൂക്കസും ആൽബുമിനും ഒക്കെ സെക്രീറ്റ് ചെയ്യുക. അതായത് എന്നിട്ട് കൊക്കൂൺ ഫോം ചെയ്യുക. ആൻഡ് വിത്തിൻ ദിസ് കൊക്കൂൺ നമ്മുടെ ഫെർട്ടിലൈസേഷൻ ഓഫ് എഗ്സ് ടേക്ക് പ്ലേസ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, വേർ ആർ സ്ക്ലീറൈറ്റ്സ് പ്രസന്റ് ഇൻ കോക്രോച്ച്? ഇപ്പൊ നമ്മൾ ഫസ്റ്റ് എന്തറിയണം? എന്താണ് ഈ സ്ക്ലീറൈറ്റ്സ് എന്ന് അറിയണം. ഈ ഡയഗ്രത്തിൽ നോക്കി നമുക്കറിയാം ഈ ഓരോ, അതായത് കോക്രോച്ചിന് ഒരു എക്സോസ്കെലിറ്റൻ ഉണ്ട്. അതായത് കൈത്തിന്റെ സൈഡിൽ എക്സോസ്കെലിറ്റൻ ഉണ്ട്. ആൻഡ് ഈ എക്സോസ്കെലിറ്റന്റെ ഓരോ സെഗ്മെന്റിന് നമ്മൾ വിളിക്കുന്നതാണ് സ്ക്ലീറൈറ്റ്സ്. ആൻഡ് ഈ സ്ക്ലീറൈറ്റ്സിലെ ഓരോ സെഗ്മെന്റ്സും ജോയിൻ ചെയ്യുന്നത് ഒരു മെംബ്രെയിൻ വെച്ചാണ്. ആൻഡ് ഈ മെംബ്രെയിനെയാണ് നമ്മൾ ആർത്രോഡിയൽ മെംബ്രെയിൻ എന്ന് വിളിക്കുന്നത്. ഈ ഡയഗ്രാം മനസ്സിലായിട്ട് നമുക്ക് സൊല്യൂഷനിലേക്ക് തിരിച്ചു വരാം. എങ്ങനെ? കോക്രോച്ചിന് എക്സോസ്കെലിറ്റൻ
പ്ലേറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും, അതായത് ഓരോ സെഗ്മെന്റ് പോലെ. ഇനി ഈ ഹാർഡ് ആയിട്ടുള്ള എക്സോസ്കെലിറ്റൻ പ്ലേറ്റ്സിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? സ്ക്ലീറൈറ്റ്സ്. ഇനി സ്ക്ലീറൈറ്റ്സ് അഗൈൻ നമ്മുടെ കോക്രോച്ചിന്റെ ഏത് സൈഡിലാണോ, അതായത് വെൻട്രലിലാണോ, സൈഡിലാണോ, അതോ ബാക്ക് ഡോർസലി ആണോ പ്രസന്റ് എന്നുള്ള രീതിയിൽ അതിനെ നമ്മൾ വേറെ പേരിട്ട് വിളിക്കും. ഇപ്പൊ വെൻട്രൽ സൈഡിലാണെങ്കിൽ നമ്മൾ അതിനെ സ്റ്റെർനൈറ്റ് എന്ന് വിളിക്കും. ഇനി ഡോർസൽ സൈഡിലാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? ടെർഗൈറ്റ് എന്ന് വിളിക്കും. ഇനി ഈ ടെർഗൈറ്റ് ആയാലും സ്ക്ലീറൈറ്റ് ആയാലും എല്ലാം ജോയിൻ ചെയ്യുന്നത് ഒരു മെംബ്രെയിൻ വെച്ചാണ്. ആ മെംബ്രെയിന്റെ പേരാണ് ആർത്രോഡിയൽ മെംബ്രെയിൻ. സെക്കൻഡ് ക്വസ്റ്റൻ ആൻസർ എന്തായി? എവിടെയാണ് സ്ക്ലീറൈറ്റ്സ് പ്രസന്റ്? നമുക്കറിയാം വെൻട്രലി കാണാൻ പറ്റും, ഡോർസലി കാണാൻ പറ്റും, ആൻഡ് അത് ഹാർഡ് എക്സോസ്കെലിറ്റൻ പ്ലേറ്റ്സ് ആണ്, ജോയിൻ ബൈ ആർത്രോഡിയൽ മെംബ്രെയിൻ. ഇനി തേർഡ് ക്വസ്റ്റൻ ചോദിച്ചിരിക്കുന്നത് എന്താ? ഹൗ മെനി ടൈംസ് ഡു നിംസ് മോൾട്ട് ടു റീച്ച് ദി അഡൾട്ട് ഫോം ഓഫ് കോക്രോച്ച്? നിംഫ് എന്ന് വെച്ചാൽ എന്താ? ജുവനൈൽ ആയിട്ടുള്ള സ്റ്റേജ്, ജുവനൈൽ സ്റ്റേജ് ഓഫ് കോക്രോച്ച്. ഇനി ഈ ജുവനൈൽ സ്റ്റേജിന് മെച്ചോർ ആയിട്ട് അഡൾട്ട് ഫോം ആക്കണമെങ്കിൽ നമുക്കറിയാം ഇറ്റ് ഗോസ് ത്രൂ എ പ്രോസസ് ഓഫ് എന്ത്? മെറ്റാമോർഫോസിസ്, അതായത് ആ സൈക്ലിക്കൽ ചേഞ്ചസ് ലീഡിങ് ടു ദി ഫോർമേഷൻ ഓഫ് അഡൾട്ട് കോക്രോച്ച്. ഇനി ഈ നിംസ് ആക്ച്വലി 13 ടൈംസ് മോൾഡിങ് നടത്തിയിട്ടാണ് എന്തുണ്ടാക്കുന്നത്? നമ്മുടെ അഡൾട്ട് ഫോം ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിനെന്ത് ചെയ്യാൻ? ജസ്റ്റ് നമ്പർ പഠിച്ചു നോക്കാം, 13 പ്രാവശ്യം. ഇനി ഐഡന്റിഫൈ ദി സെക്സ് ഓഫ് എ ഫ്രോഗ് in which sound producing vocal sacs are present. അപ്പോ ഏത് ഫ്രോഗിലാണ്, ഏത് സെക്ഷനിലാണ് എന്ത് കാണാൻ പറ്റുന്നത്? വോക്കൽ സാക്സ് ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതിലാണ്? മെയിൽ ഫ്രോഗിലാണ് നമുക്ക് വോക്കൽ സാക്ക് കാണാൻ പറ്റുന്നത്. ഫീമെയിൽസിന് ഈ വോക്കൽ സാക്സ് ആബ്സെന്റ് ആണ്. ഫിഫ്ത് ക്വസ്റ്റ്യൻ, നെയിം ദി പ്രോസസ് ബൈ വിച്ച് എ ടാഡ്പോൾ ഡെവലപ്സ് ഇൻ ടു an adult frog. ഇപ്പൊ ടാഡ്പോൾ അതായത് ജുവനൈൽ സ്റ്റേജ് അഗൈൻ അതായത് ചെറുപ്പകാലത്തിലെ സ്റ്റേജ് ഡെവലപ്പ് ചെയ്ത് അഡൾട്ട് ആവുന്നതിന് നമ്മൾ ആ സൈക്ലിക്കൽ പ്രോസസ്സിനെ അല്ലെങ്കിൽ സ്റ്റെപ്പ് വൈസ് ചേഞ്ചസിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? മെറ്റാമോർഫോസിസ്. അപ്പൊ അത് അറിഞ്ഞിരിക്കുക. ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഇസ് ദ സയന്റിഫിക് ടേം ഗിവൺ ടു earthworms ബോഡി സെഗ്മെന്റ്സ്? അപ്പൊ earthwormന്റെ ബോഡി സെഗ്മെന്റിനെ നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? മെറ്റാമിയർ. ഇതൊക്കെ എന്താണ്? ജസ്റ്റ് നമുക്ക് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞ് പോകേണ്ട കാര്യങ്ങളാണ്. മെറ്റാമിയർ എന്നാണ് നമ്മൾ എന്തെന്ന് earthwormന്റെ ബോഡി സെഗ്മെന്റിനെ വിളിക്കുന്നത്. ഇതിന് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. നമുക്കറിയാം ആനിമൽ കിങ്ഡം പഠിച്ചുകൊണ്ട് സെഗ്മെന്റേഷൻ കാണുന്നതാണ് അനലിഡ്സിലെ earthwormന്. ഇനി സെവൻത് ക്വസ്റ്റ്യൻ, മസിൽ ഫൈബർ ടേപ്പേഴ്സ് അറ്റ് ബോത്ത് എൻഡ്സ് ആൻഡ് ഡസ് നോട്ട് ഷോ സ്ട്രയേഷൻസ്. ഇനി ഈ മസിൽ ഫൈബർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് ഇത്? നമ്മൾ ആദ്യം എന്തറിയണം? എന്തൊക്കെ ടൈപ്പ് ഓഫ് മസിൽ ഫൈബേഴ്സ് ആണ് ഉള്ളതെന്ന് അറിയണം. അപ്പോ നമുക്കറിയാം മസിൽ ഫൈബേഴ്സിൽ നമ്മൾ 3 പഠിച്ചത്. ഫസ്റ്റ് സ്ട്രൈറ്റഡ്, രണ്ടാമത്തത് അൺസ്ട്രൈറ്റഡ്, അതായത് സ്ട്രയേഷൻസ് ഇല്ലാത്തത്, അല്ലെങ്കിൽ സ്മൂത്ത് എന്ന് നമുക്ക് വിളിക്കാം. മൂന്നാമത്തത് കാർഡിയാക് മസിൽസ്. ഏതിലാണ്? നമ്മുടെ ഹാർട്ടിന്റെ സ്ട്രക്ചറിലൊക്കെ കാണാൻ പറ്റുന്ന എന്താണ്? നമ്മുടെ കാർഡിയാക് മസിൽ ഫൈബേഴ്സ് ആണ്. ഇനി ഇതിന്റെ മെയിൻ ഡിഫറൻസസ് എന്തൊക്കെയാണുള്ളത് ബേസിക്കലി അറിഞ്ഞിരിക്കാം. നമുക്കറിയാം സ്ട്രയേറ്റഡ് മസിൽസ് എവിടെയാണ്? നമ്മൾ സ്കെലിറ്റൽ മസിൽസിലൊക്കെ കാണാൻ പറ്റുന്നതാണ്. ആൻഡ് ഈ സെൽസിന് എങ്ങനെയാണ്? വോളണ്ടറി കൺട്രോൾ മൂവ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അപ്പോ ഇതെങ്ങനെയാ കാണാൻ? നമുക്ക് സിലിണ്ടറിക്കൽ സ്ട്രക്ചർ കാണാൻ പറ്റും ആൻഡ് വിത്ത് സ്ട്രയേഷൻസ്. ഇനി ഈ സ്കെലിറ്റൽ മസിൽസിന് നമുക്ക് എന്ത് കാണാൻ പറ്റും? മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണെന്ന് നമുക്കറിയാം. അവിടെ ഇവിടെയായിട്ട് ന്യൂക്ലിയസ് ഉണ്ടെന്നും അറിഞ്ഞിരിക്കാം. ഇനി സ്മൂത്ത് മസിൽ അല്ലെങ്കിൽ അൺസ്ട്രയേറ്റഡ് മസിൽ ഫൈബേഴ്സ് എങ്ങനെയായിരിക്കും? സ്പിൻഡിൽ ഷേപ്ഡ് ആയിരിക്കും. ആൻഡ് അവരുടെ ന്യൂക്ലിയസ് എങ്ങനെയാണ്? സിംഗിൾ ന്യൂക്ലിയസ് ആണ്, അതായത് യൂണി ന്യൂക്ലിയേറ്റഡ് ആണ്. ഇനി കാർഡിയാക് മസിൽ എടുത്ത് നോക്കിയാൽ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? അഗൈൻ ഇതിനെങ്ങനെയുണ്ട്? സ്ട്രയേഷൻസ് നമുക്ക് കാണാൻ പറ്റും. ആ ന്യൂക്ലിയസ് എങ്ങനെയാണ്?
അഗെയിൻ യൂണിന്യൂക്ലിയേറ്റഡ് ആണ്. ഇനി ഇതിന്റെ ഡിഫറൻസസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്മൂത്ത് മസിൽസിനെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ. സ്മൂത്ത് മസിൽ നോക്കുകയാണെങ്കിൽ എങ്ങനെ കാണാൻ പറ്റും? സ്പിൻഡിൽ ഷേപ്ഡ് ആണ് ഫസ്റ്റ് പോയിന്റ്. അതിന്റെ ഷേപ്പ് എങ്ങനെ? സ്പിൻഡിൽ ഷേപ്ഡ്. ആൻഡ് അവർക്ക് പോയിന്റഡ് എൻഡ്സ് ഉണ്ട്. സ്ട്രയേഷൻസ് എങ്ങനെയാണ്? ആബ്സെന്റ് ആണ്. അതാണ് മെയിൻ ഡിഫറൻസ്. ഇനി അവരുടെ ന്യൂക്ലിയ എങ്ങനെയാണ്? യൂണി ന്യൂക്ലിയേറ്റഡ്. അവര് വോളണ്ടറി ആണോ ഇൻവോളണ്ടറി ആണോ ആക്ഷൻ എന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അവര് ഇൻവോളണ്ടറി ആണ്. കാരണം എന്താ? നമ്മുടെ കൺട്രോളിലല്ല. ഇൻവോളണ്ടറി ഇൻ നേച്ചർ എന്ന് പറയാൻ പറ്റും. വോളണ്ടറി മൂവ്മെന്റ് വെച്ച് നമുക്ക് ഈ മസിൽസിനെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. ഇനി അതുകൊണ്ട് തന്നെ ഇൻവോളണ്ടറി ആയതുകൊണ്ട് തന്നെ അവരെങ്ങനെയാണ്? റെയർലി ആണ് ഫറ്റീഗ്ഡ് ആവുക. ഇനി സ്കെലിറ്റൽ മസിൽ നോക്കുകയാണെങ്കിൽ, അതായത് സ്കെലിറ്റൽ അല്ലെങ്കിൽ സ്ട്രയേറ്റഡ് ഫൈബർ നോക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ്? ഇതും ലോങ് സിലിണ്ടറിക്കൽ ആണ് ഷേപ്പ്. ഇതിന്റെ എൻഡ് എങ്ങനെയാണ്? ബ്ലണ്ട് എൻഡ് ആണ്. ആൻഡ് സ്ട്രയേഷൻസ് മെയിൻ പോയിന്റ് അവർക്ക് പ്രസന്റ് ആണ്. അവരുടെ ന്യൂക്ലിയ എങ്ങനെയാണ്? മൾട്ടി ന്യൂക്ലിയേറ്റഡ്. ആൻഡ് അവര് എങ്ങനെയാണ്? വോളണ്ടറിലി നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ വോളണ്ടറി ഇൻ നേച്ചർ ആൻഡ് വോളണ്ടറിലി മൂവ് ചെയ്യാൻ പറ്റും. നമ്മൾ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ ആലോചിച്ച് നോക്കിയാൽ തന്നെ നമ്മുടെ കാഫ് മസിൽസ് എങ്ങനെയാണ്? നമുക്ക് വോളണ്ടറിലി മൂവ് ചെയ്യാൻ പറ്റും. ആൻഡ് അതുകൊണ്ട് തന്നെ അത് ഈസിലി ഗെറ്റ് ഫറ്റീഗ്ഡ്. ഈസിലി ഫറ്റീഗ്ഡ്. ഇത്രയും പറഞ്ഞ എന്തിനെ പറ്റിയാണ്? സ്ട്രയേറ്റഡ് മസിൽ ഫൈബർ അല്ലെങ്കിൽ സ്കെലിറ്റൽ മസിൽസിനെ പറ്റി. ഇനി കാർഡിയാക് മസിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതില് എങ്ങനെയാണ്? സെൽസ് സിലിണ്ടറിക്കലാണ്. ഇനി സ്ട്രയേഷൻസ് ആക്ച്വലി പ്രസന്റ് ആണെന്ന് തന്നെ പറയാം. കാരണം ഫെയിന്റ് സ്ട്രയേഷൻ നമുക്കിതിൽ കാണാൻ പറ്റും. ഇനി ഇതിന്റെ മെയിൻ പോയിന്റ് എന്താന്ന് വെച്ചാൽ ന്യൂക്ലിയ എങ്ങനെയാണ്? അഗെയിൻ യൂണി ന്യൂക്ലിയേറ്റഡ് ആണ്. ഇൻവോളണ്ടറി ആണ്. കാരണം ഹാർട്ടിന്റെ ഒക്കെ നമുക്ക് നിർത്താൻ വിചാരിച്ചാൽ നമുക്ക് സഡൻലി നിർത്താൻ പറ്റില്ല. അപ്പൊ അതിങ്ങനെ ഇൻവോളണ്ടറി ഇൻ നേച്ചർ എന്ന് ഓർത്ത് വെക്കുക. ആൻഡ് ഓൾമോസ്റ്റ് നെവർ ഗെറ്റ് ഫറ്റീഗ്ഡ്. ഹാർട്ടൊക്കെ നിന്ന് എന്ത് പറ്റും? നമ്മൾ മരിച്ചു പോകും. അപ്പോ നെവർ ഗെറ്റ് ഫറ്റീഗ്ഡ് എന്ന് പറയാൻ പറ്റും. ഇനി ഇതിന്റെ മെയിൻ പോയിന്റ് ബാക്കി ഒന്നിനും ഇല്ലാത്തത് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇന്റർകലേറ്റഡ് ഡിസ്ക് നമുക്ക് ഏതിലാണ് കാണാൻ പറ്റുക? പ്രസന്റ് ഇൻ കാർഡിയാക് മസിൽ. ബാക്കിയുള്ള രണ്ടിടത്തും ഇത് ആബ്സെന്റ് ആയിരിക്കും. അപ്പൊ ഈ മസിൽ ഫൈബേഴ്സിന്റെ 3 ടൈപ്സ്, അതിന്റെ മേജർ ഡിഫറൻസസ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഏതിലാണ് ഇന്റർകലേറ്റഡ് ഡിസ്ക് കാണുന്നതും ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പൊ ചോദിച്ചത് എന്താ? മസിൽ ഫൈബർ ടേപ്പേഴ്സ് അറ്റ് ബോത്ത് എൻഡ്സ്. അതായത് ഇങ്ങനെ സ്പിൻഡിൽ ഷേപ്ഡ് ആയിരിക്കണം, സ്ട്രയേഷൻസ് ഇല്ലാത്തത്. ഇതേതാണ്? സ്മൂത്ത് മസിൽ ഫൈബർ. ഇനി 8th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, നെയിം ദി ഡിഫറെന്റ് സെൽ ജംഗ്ഷൻസ് ഫൗണ്ട് ഇൻ ടിഷ്യൂസ്. ടിഷ്യൂസിൽ കാണുന്ന വേരിയസ് ടൈപ്പ് ഓഫ് സെൽ ജംഗ്ഷൻ. സെൽ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതായത് ഇത് രണ്ട് സെൽസ് ആണ്. ആൻഡ് ഈ 2 സെൽസ് എടുത്തു നോക്കിയാൽ ഈ സെല്ലിന്റെ നടുക്ക് ഈ പാർട്ടിൽ എന്തെന്ന് വിളിക്കാം? നമുക്ക് ജംഗ്ഷൻ എന്ന് വിളിക്കാം. ആ ജംഗ്ഷനിൽ കാണുന്ന ഡിഫറെന്റ് സെല്ലുലാർ സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ സെൽ ജംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഇനി അതിൽ പറയാനാണെങ്കിൽ തന്നെ ടൈറ്റ് ജംഗ്ഷൻ എന്ന് പറയുന്ന ടൈപ്പ് ഉണ്ട്, അഡറൻസ് ജംഗ്ഷൻ ഉണ്ട്, ഡെസ്മോസോം ഉണ്ട്, ഗ്യാപ്പ് ജംഗ്ഷൻ ഉണ്ട്, ഹെമി ഡെസ്മോസോം ഉണ്ട്. ഇത് നിങ്ങൾക്ക് ബേസിക്കലി ടൈറ്റ്, അഡറൻസും ഗ്യാപ്പും അറിഞ്ഞിരിക്കാം. എങ്ങനെ? ടൈറ്റ് ജംഗ്ഷന്റെ മെയിൻ ഫംഗ്ഷൻ എങ്ങനെയാണ്? ടൈറ്റ് ജംഗ്ഷന്റെ മേജർ ഫംഗ്ഷൻ എന്താണ്? അടുത്തടുത്തുള്ള സെല്ല് ടൈറ്റ് ആയിട്ട് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് നെയ്ബറിംഗ് സെൽസ് ടുഗെദർ ആയിട്ട് ഒരുമിച്ച് ഹെൽഡ് ചെയ്ത് വെക്കുക. ആൻഡ് അതിന് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മോളിക്യൂൾസ് ലീക്ക് ആവാണ്ട് നോക്കുക. അതായത് സീൽ ചെയ്യുന്നൊരു ആക്ച്വൽ ക്യാരക്ടറിസ്റ്റിക് ആണ് ആർക്കുള്ളത്? ടൈറ്റ് ജംഗ്ഷൻ. ഇനി അഡറൻസ് ജംഗ്ഷൻ എന്തായിരിക്കും? അതായത് ഇതേപോലെ അഡർ ചെയ്ത് വെക്കുക. അതായത് സിമെന്റിങ് ഫംഗ്ഷൻ എന്ന് പറയും. അതായത് സിമെന്റ് ചെയ്ത് വെക്കുക. ആൻഡ് അടുത്ത തരത്തിലുള്ള ഫംഗ്ഷൻസ് ടുഗെദർ ആയിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി അതിന്റെ വേരിയസ് ടൈപ്സ് ആണ് സോണില, അഡറൻസ്, ഡെസ്മോസോംസ് ആൻഡ് ഹെമി ഡെസ്മോസോംസ്. ഇനി ടൈറ്റ് ജംഗ്ഷൻ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? നമ്മുടെ അപ്പിക്കൽ പാർട്ട് ടോപ്പ് പാർട്ടിലെ പ്ലാസ്മ മെംബ്രെയിൻ, അടുത്തടുത്തുള്ള അഡ്ജസന്റ് സെൽസിന്റെ പ്ലാസ്മ മെംബ്രെയിൻ എങ്ങനെയാണ്? ഒരു ടൈറ്റ്ലി പാക്ഡ് ആണ്. ചില സമയം
ഫ്യൂസ്ഡും ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിനെ നമ്മൾ ടൈറ്റ് ജംഗ്ഷൻ എന്ന് വിളിക്കാൻ പറ്റുക. ആൻഡ് ദേ ചെക്ക് ദി ഫ്ലോ ഓഫ് മെറ്റീരിയൽസ്, അതായത് അതിന് തമ്മിൽ ഫ്ലോ നടക്കുന്നുണ്ടോ എന്നുള്ളത് സ്റ്റോപ്പ് ചെയ്യാനാണ് ഇതിന്റെ ഫംഗ്ഷൻ. അപ്പോൾ ടൈറ്റ് ജംഗ്ഷൻ കണ്ടു, അഡറിംഗ് ജംഗ്ഷൻ കണ്ടു. ഇനി തേർഡ് വൺ ഗ്യാപ്പ് ജംഗ്ഷൻ. ഗ്യാപ്പ് ജംഗ്ഷൻ ഇങ്ങനെ ടൈറ്റ് ജംഗ്ഷന് നേരെ ഓപ്പോസിറ്റ്, അതായത് കെമിക്കൽസിന്റെ എക്സ്ചേഞ്ചിന് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ജംഗ്ഷൻ ആണ് ഗ്യാപ്പ് ജംഗ്ഷൻ. അപ്പോൾ ഈ 3 ജംഗ്ഷൻ ഈ പിക്ചറൊക്കെ കൊണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. ആൻഡ് അതിന്റെ ഫംഗ്ഷനും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇത്രയും കാര്യം, ഫംഗ്ഷനും നെയിമും അറിഞ്ഞിരിക്കുക. ഇനി ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് എന്താ, ജസ്റ്റ് നെയിം ചെയ്യാനാണ്. അപ്പൊ നെയിം ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ പറയും, മേജർ ആയിട്ടുള്ള ടൈറ്റ് ജംഗ്ഷൻ, ഗ്യാപ്പ് ജംഗ്ഷൻ, അഡറിംഗ് ജംഗ്ഷൻ. ആ 3 ജംഗ്ഷന്റെ പേര് ജസ്റ്റ് നെയിം ചെയ്യുക. ഇനി 9th ക്വസ്റ്റ്യൻ, ഗിവ് 2 ഐഡന്റിഫൈയിങ് ഫീച്ചേഴ്സ് ഓഫ് എൻ അഡൾട്ട് മെയിൽ ഫ്രോഗ്. മെയിൽ ഫ്രോഗിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള മെയിൻ ഫീച്ചേഴ്സ് എങ്ങനെയാണ്? നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഓൾറെഡി കണ്ടാണ്, വോക്കൽ സാക്സ്. നോക്കിയാൽ ഏതിനെ ഉള്ളൂ, നമ്മുടെ മെയിൽ ഫ്രോഗ്സിന് മാത്രമേ വോക്കൽ സാക്സ് കാണാൻ പറ്റുള്ളൂ. ആൻഡ് നമ്മുടെ 4 ലിംബ്, മേലത്തെ 2 ലിംബ് എടുത്ത് നോക്കിയാൽ അതിന്റെ ഫസ്റ്റ് ഡിജിറ്റില് മെയിൽ ഫ്രോഗ്സിന് എന്തുണ്ട്, ഒരു കോപ്യുലേറ്ററി പാഡ് ഉണ്ട്. കോപ്യുലേഷൻ അല്ലെങ്കിൽ ഇന്റർ കോഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റി. ആൻഡ് അതും ഏതിലുള്ളൂ, മെയിൽ ഫ്രോഗ്സിലുള്ളൂ, ആബ്സെന്റ് ഇൻ ഫീമെയിൽ ഫ്രോഗ്സ്. അപ്പോ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഇനി 10th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, വിച്ച് മൗത്ത് പാർട്ട് ഓഫ് എ കോക്രോച്ച് ഇസ് കമ്പയറബിൾ ടു ആർ ടങ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ മൗത്ത് പാർട്സ് ഓഫ് കോക്രോച്ച് അറിഞ്ഞിരിക്കണം. അപ്പോ ബാക്കി എല്ലാവരുടെയും മൗത്തിൽ കാണുന്ന പോലെ തന്നെ കട്ടിങ്ങും ചൂയിങ്ങും സ്വാലോയിങ്ങിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ കോക്രോച്ചിന്റെ മൗത്ത്. ഇനി മൗത്ത് പാർട്ടിൽ എന്തൊക്കെ ഉണ്ട്, ഒരു ലേബ്രം കാണാൻ പറ്റും, 2 മാൻഡിബിൾ കാണാൻ പറ്റും, 2 മാക്സില് കാണാൻ പറ്റും, 1 ലേബിയം ആൻഡ് 1 ഹൈപ്പോഫാരൻസ്. ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഇതിൽ ഹ്യൂമൻസിലെ ടങ്ങിനെ പോലെ ആക്ട് ചെയ്യുന്ന പാർട്ട് ഏതാണ്? ഇതിന് ആൻസർ എന്താണ്? ഹൈപ്പോഫാരൻസ് ആണ് ഹ്യൂമനിലെ ടങ്ങിനെ പോലെയുള്ള ഫംഗ്ഷൻ നിർവഹിക്കുന്നത്. അത് നോക്കിയാൽ എങ്ങനെയാ, കോക്രോച്ചിന്റെ മൗത്ത് പാർട്ട് ബൈറ്റിംഗ് ആൻഡ് ചൂയിങ് ടൈപ്പ് ആണ്. അതുകൊണ്ട് അതിന്റെ ബാക്കിയുള്ള പാർട്സിന്റെ ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും, ലേബ്രം സിംഗിൾ ആണ് ഇൻ നമ്പർ എന്ന് നമ്മൾ കണ്ടു. ആൻഡ് ഇതെങ്ങനെയാണ്, അപ്പർ ലിപ്പ് പോലെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ആൻഡ് ലേബിയം അതും സിംഗിൾ 1 ഇൻ നമ്പർ ആണ്. ആൻഡ് ഇത് ലോവർ ലിപ്പ് പോലെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ആൻഡ് ലേബിയത്തിന് ലേബിയൽ പാൽപ്സ് എന്ന് പറഞ്ഞ സ്ട്രക്ചറും ഉണ്ട്. ഇനി മാൻഡിബിൾസ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? മാൻഡിബിൾസ് ചൂ ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് മാക്സില എന്ന് പറഞ്ഞ സ്ട്രക്ചറിൽ മാക്സിലറി പാൽപ്പ് ഉണ്ട്. ആൻഡ് ഈ പാൽപ്പ് സെൻസറി സ്ട്രക്ചർ ആണ്. അതുകൊണ്ട് തന്നെ ഫുഡിന്റെ ക്വാളിറ്റി ഐഡന്റിഫൈ ചെയ്യുന്നവരെ ഹെൽപ്പ് ചെയ്യുന്നു. ഇനി ടങ് അല്ലെങ്കിൽ ഹൈപ്പോഫാരൻസ്, ഇതാണ് നമ്മുടെ ക്വസ്റ്റിന്റെ ആൻസർ. ഇനി ഇതെവിടെയാണ്? ഈ മൗത്ത് പാർട്ട് എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് ഒരു ക്യാവിറ്റിനെ എൻക്ലോസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ക്ലോസ്ഡ് ക്യാവിറ്റി ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന സ്ട്രക്ചറാണ് ടങ് അല്ലെങ്കിൽ ഹൈപ്പോഫാരൻസ്. ജസ്റ്റ് ലൈക്ക് ഹ്യൂമന്റെ നമ്മുടെ മൗത്തിൽ ടീത്ത് എല്ലാം കൂടി എൻക്ലോസ് ചെയ്യുന്ന ഒരു ക്യാവിറ്റിന്റെ ബക്കൽ ക്യാവിറ്റി, ആൻഡ് അവിടെ ഒരു ടങ് പ്രസന്റ് ആണ്. അതേപോലെ തന്നെ എങ്ങനെ ഹൈപ്പോഫാരൻസ് എൻക്ലോസ്ഡ് ആണ് ബൈ അതർ പാർട്സ് ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ സ്വാലോയിങ് ഫുഡ്. ഇറ്റ് ഇസ് ഫ്ലെക്സിബിൾ. നമ്മുടെ എങ്ങനെയാ മസ്കുലർ ആയതുകൊണ്ട് നല്ല ഫ്ലെക്സിബിൾ ആണ്. അതേപോലെ തന്നെയാണ് കോക്രോച്ചിന്റെയും. അപ്പോ ഇതിന്റെ പാർട്സ് ഏതൊക്കെയാണ് അറിഞ്ഞിരിക്കുക, അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക, ആൻഡ് പിക്ചർ തന്നാല് ഐഡന്റിഫൈ ചെയ്യാനും ആൻഡ് എത്ര നമ്പർ ഉണ്ട് ഓരോന്നൊന്നും അറിഞ്ഞിരിക്കുക. ഇത്രയും കഴിഞ്ഞ് നമ്മുടെ 10th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി 11th ക്വസ്റ്റ്യൻ, ദ ഡൈജസ്റ്റീവ് സിസ്റ്റം ഓഫ് ഫ്രോഗ് ഇസ് മെയ്ഡ് ഓഫ് ദി ഫോളോയിങ് പാർട്സ്, അറേഞ്ച് ദം ഇൻ എൻ ഓർഡർ ബിഗിനിങ് ഫ്രം മൗത്ത്. അപ്പോ ഓപ്ഷനിൽ തന്നിരിക്കുന്ന മൗത്ത്, ഈസോഫേഗസ്, ബക്കൽ ക്യാവിറ്റി, സ്റ്റമക്, ഇന്റസ്റ്റൈൻ, ക്ലോയക്ക, റെക്ടം, ക്ലോയക്കൽ, അപ്പർച്ചർ. ഇത്രയും കാര്യങ്ങൾ ഓർഡറിലാക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏറ്റവും ആദ്യം എന്ത് വരും? നമ്മുടെ മൗത്ത് വരും. ആൻഡ് അത് കഴിഞ്ഞ് മൗത്തിന്റെ ജസ്റ്റ് ഉള്ളില് ബക്കൽ ക്യാവിറ്റി കാണാൻ പറ്റും. ബക്കൽ ക്യാവിറ്റിന്റെ ഉള്ളിൽ ഈസോഫേഗസ് കാണാൻ പറ്റും. അത് കഴിഞ്ഞാണ് നമ്മുടെ സ്റ്റൊമക്ക് വരുന്നത്. സ്റ്റൊമക്ക് കഴിഞ്ഞാൽ ഇന്റസ്റ്റൈൻ വരും. അത് കഴിഞ്ഞ് എന്താണ് നമ്മുടെ ഹ്യൂമൻസിൽ കാണുന്ന പോലെ തന്നെ റെക്ടം കാണാൻ പറ്റും. ആകെ ഡിഫറൻസ് എന്താ? ക്ലോയേക്ക വരും. ആൻഡ് അറ്റ് ദി എൻഡ്, ഏറ്റവും എൻഡിൽ ക്ലോയേക്കൽ അപ്പർച്ചറും കാണാൻ പറ്റും. അപ്പൊ ഇത്രയാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഓർഡറിൽ പറയാൻ വന്നാൽ പറയേണ്ടത്. ഇത് ഇപ്പൊ പ്രശ്നമല്ല ഇത് വായിക്കുമ്പോ. പക്ഷെ നിങ്ങൾ ബാക്കിയുള്ള ഫ്രോഗിന്റെ ഇന്റസ്റ്റൈനും കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ അതിന്റെ ഓർഡർ ഒക്കെ മനസ്സിലാകുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ അടുത്ത് തന്നെ എന്തെന്നും കൂടി എഴുതാം, ഫ്രോഗിന്റെയും കോക്രോച്ചിന്റെയും ഒക്കെ ഇതിന്റെ അടുത്ത് തന്നെ എഴുതി വെക്കുക. എന്നിട്ട് കൺഫ്യൂസ്ഡ് ആവാണ്ടിരിക്കുക. ചിലതിന് ചിലപ്പോൾ ചില സ്ട്രക്ചേഴ്സ് ഉണ്ടാവില്ല. ഇപ്പൊ ക്ലോയേക്ക് ഒന്നും ചിലപ്പോൾ
ബാക്കിയുള്ള എർത്ത് വർമിനോ കോക്രോച്ചിനോ ഉണ്ടാവണമെന്നില്ല. അപ്പൊ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആവാണ്ടിരിക്കുക. ഇനി 12th ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്യൂട്ടേനിയസ് ആൻഡ് പൾമണറി റെസ്പിറേഷൻ? എന്താണ് ക്യൂട്ടേനിയസ് ആൻഡ് പൾമണറി റെസ്പിറേഷന്റെ ഡിഫറൻസ് ചോദിച്ചാൽ നമുക്കറിയാം ബേസിക്കലി എന്താണ് ക്യൂട്ടേനിയസ് ആൻഡ് പൾമണറി റെസ്പിറേഷൻ. ക്യൂട്ടേനിയസ് എന്ന് പറഞ്ഞാൽ വയ സ്കിൻ, അതായത് ത്രൂ സ്കിൻ ആണ്. ആൻഡ് നമുക്ക് മോസ്റ്റ്ലി വാട്ടറിൽ ജീവിക്കുന്ന അക്വാട്ടിക് ആനിമൽസ് ആണ് നമ്മൾ ഈ ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ വഴി എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നടത്തുന്നത്. ഇനി പൾമണറി റെസ്പിറേഷൻ എന്താണ്? നമ്മുടെ ലങ്സ് ഇൻവോൾവ് ചെയ്യുന്ന, പൾമണറി എന്ന് പറഞ്ഞാൽ ലങ്സ് ഇൻവോൾവ് ചെയ്ത് ചെയ്യുന്ന റെസ്പിറേഷൻ ആണ്. മോസ്റ്റ്ലി ലാൻഡിലെ ആനിമൽസ് ആണ് പൾമണറി റെസ്പിറേഷൻ ചെയ്യുന്നത്. ഇനി ബാക്കിയുള്ള കുറച്ച് ഡിഫറൻസും കൂടി ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാണ്. ക്യൂട്ടേനിയസ് ആൻഡ് പൾമണറി. ഇനി ഇത് ഇതിൽ കൂടിയാണ്, സ്കിന്നിൽ കൂടിയാണെങ്കിൽ ഇത് ലങ്സിൽ കൂടിയാണ്. ഇനി ക്യൂട്ടേനിയസ് അതായത് സ്കിന്നിലെ കൂടി റെസ്പയർ ചെയ്യണമെങ്കിൽ അതിന് ഒരു മോയിസ്റ്റ് സർഫസിന്റെ ആവശ്യം ഉണ്ട്. ഇനി ഇതിലെങ്ങനെയാ? നോട്ട് റിക്വയർഡ്, അതായത് മോയിസ്റ്റ് സർഫസിന്റെ ആവശ്യമില്ല നമ്മുടെ പൾമണറി സർക്കുലേഷൻ ചെയ്യണമെങ്കിൽ. ഇനി സ്കിന്നിലെ കൂടി ആണെങ്കിൽ ഡിഫ്യൂഷൻ കണ്ടിന്യൂസ്ലി നടന്നുകൊണ്ടിരിക്കും, അതായത് നിർത്താണ്ട് എപ്പോഴും നടന്നുകൊണ്ടിരിക്കും. ഇനി പൾമണറി നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡിഫ്യൂഷൻ എങ്ങനെയായിരിക്കും? അല്ലെങ്കിൽ ലെസ് എഫക്റ്റീവ് നമുക്ക് പറയാൻ പറ്റും. അതായത് കുറച്ച് ഡിഫ്യൂഷൻ നടക്കുകയാണെങ്കിൽ തന്നെ കുറച്ചും കൂടി ജസ്റ്റ് കുറവായിട്ടുള്ള എഫക്റ്റീവ്നെസ് അതിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു, എന്ത് ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ നടക്കണമെങ്കിൽ നമുക്ക് മോയിസ്റ്റ് സർഫസിന്റെ മോസ്റ്റ്ലി എന്തിലാണ് കാണുന്നത്? നമ്മുടെ അക്വാട്ടിക് ആനിമൽസിലാണ് കാണുന്നത്. അപ്പോൾ ആംഫീബിയൻ പറയാൻ പറ്റും, ആനലിഡ്സ് പറയാൻ പറ്റും. ഇനി പൾമണറി ആണെങ്കിൽ മെയിൻ എക്സാമ്പിൾ മാമൽസ്. നമ്മളൊക്കെ എങ്ങനെയാണ് പൾമണറി റെസ്പിറേഷൻ ആണ് ചെയ്യുന്നത്. ഇനി 13th ക്വസ്റ്റ്യൻ, സ്പെഷ്യൽ വീനസ് കണക്ഷൻ ബിറ്റ്വീൻ ലിവർ ആൻഡ് ഇൻറ്റസ്റ്റൈൻ and between kidney and intestine is found in frog. What are they called? അപ്പോ ബിറ്റ്വീൻ ലിവർ ആൻഡ് ഇൻറ്റസ്റ്റൈൻ കാണുന്ന വീനസ് കണക്ഷൻ, അതായത് വീനസിന്റെ കമ്മ്യൂണിക്കേഷൻ, വെയിൻസിന്റെ കമ്മ്യൂണിക്കേഷൻ നമ്മൾ എന്തെന്ന് വിളിക്കും? ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം. ഇതേപോലെ ബിറ്റ്വീൻ കിഡ്നി ആൻഡ് ഇൻറ്റസ്റ്റൈൻ ആണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? റീനൽ പോർട്ടൽ സിസ്റ്റം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഈ ഡിഫറെന്റ് കണക്ഷൻസ് അല്ലെങ്കിൽ വീനസ് കണക്ഷൻസിന്റെ പേര് എന്താണ് ആൻഡ് അത് എന്തുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഇനി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുകയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവ് ദി ലൊക്കേഷൻ ഓഫ് ഹെപ്പാറ്റിക് CK ഇൻ എ കോക്രോച്ച്, വാട്ട് ഇസ് ദെയർ ഫങ്ഷൻ? അപ്പൊ എന്താണ്, എവിടെയാണ് ഹെപ്പാറ്റിക് CK നമുക്ക് കോക്രോച്ചിൽ കാണാൻ പറ്റുന്ന സ്ട്രക്ചറിൽ, ആൻഡ് അതിന്റെ ഫങ്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ഏറ്റവും ഈസി ആയിട്ട് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? ഡയഗ്രാം വെച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ഡയഗ്രാം വെച്ച് നോക്കുമ്പോൾ ഈ ക്രോപ്പും ഗിസേർഡും കഴിഞ്ഞിട്ട് ഈ മിഡ്ഗട്ട് തുടങ്ങുന്നതിന്റെ നടുക്ക് നമുക്ക് ചില കണക്ഷൻസ് കാണാൻ പറ്റും, അതായത് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് കാണാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഹെപ്പാറ്റിക് CK. ഇനി നമ്മൾ ഏതിന്റെ ജംഗ്ഷനിലാണ് കണ്ടത്? ഗിസേർഡ് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് തുടങ്ങുമ്പോ നമ്മുടെ മിഡ് ഗട്ട് തുടങ്ങുമ്പോഴാണ്, മിഡ് ഗട്ട് അല്ലെങ്കിൽ മീസെൻട്രോൺ എന്ന് പറയാം, അത് തുടങ്ങുമ്പോഴാണ് നമുക്ക് ഹെപ്പാറ്റിക് CK കോക്രോച്ചിൽ കാണാൻ പറ്റുക. അപ്പോ മിഡ് ഗട്ടിന്റെ ആന്റീരിയർ എൻഡിലാണ്, ശരിയല്ലേ? ഈ ഡയഗ്രാം നോക്കി എന്താ, മിഡ് ഗട്ട് ജസ്റ്റ് സ്റ്റാർട്ട് ആയതേ ഉള്ളൂ. ഇനി ഇവിടെ മിഡ് ഗട്ട് തുടങ്ങി, ഇനി ഹൈൻ ഗട്ട് തുടങ്ങാൻ പോകണം. ഇലിയം കോളൻ ഒക്കെ ഇവിടെ ഓൾറെഡി വന്നു. അപ്പൊ ഇതിന്റെ ആന്റീരിയർ എൻഡിലാണ്, സ്റ്റാർട്ടിങ്ങിലാണ് നമുക്ക് ഹെപ്പാറ്റിക് CK കാണാൻ പറ്റുന്നത്. ഇനി at the junction of midgut and gizzard, ഈ ഡയഗ്രത്തിൽ അഗൈൻ അത് ക്ലിയർ ആണ്. ഇതെന്താണ്? ഗിസേർഡ് ആയി ഇവിടെ മിഡ്ഗട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇത് ഗിസേർഡിന്റെയും മിഡ്ഗട്ടിന്റെയും നടുക്കാണ് കാണാൻ പറ്റുക. ആൻഡ് 6 to 8 നമ്പർ, ഈ നമ്പർ നല്ല ഇമ്പോർട്ടന്റ് ആണ്. ഓപ്ഷൻസിൽ സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ എപ്പോഴും ചോദിക്കുന്നതാണ്. ഇനി അവരെങ്ങനെയാണ് ലൈൻ ചെയ്തിരിക്കുന്നത്? ലൈൻ ബൈ ഗ്ലാൻഡുലാർ സെൽസ്. അതുകൊണ്ട് തന്നെ ഗ്ലാൻഡുലാർ സെൽസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ഹോപ്പ് ചെയ്യാം? അവിടെ സെക്രീഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഡൈജസ്റ്റീവ് സെക്രീഷൻസ് ഉണ്ടാക്കും. ആ ഡൈജസ്റ്റീവ് സെക്രീഷൻസ് എൻസൈംസിന്റെ ഫോമിലായിരിക്കും. അത് എമൈലോലൈറ്റിക് ആയിരിക്കും, പ്രോട്ടിയോലൈറ്റിക് ആയിരിക്കും, ലൈപ്പോലൈറ്റിക്. അതായത് കാർബോഹൈഡ്രേറ്റ്സിനെയും പ്രോട്ടീൻസിനെയും
ഫാറ്റിനെയും ഒക്കെ ഡിസോൾവ് ചെയ്യുന്ന രീതിയിലായിരിക്കും. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ ഡൈജഷൻ. ഇത്രയാണ് ഏതിന്റെ ഫംഗ്ഷൻ? ഹെപ്പാറ്റിക് CK. ആൻഡ് ഈ ഡൈജഷൻ നടക്കുന്നത് ഈ ഗ്ലാൻഡുലാർ സെൽസിന്റെ പ്രസൻസ് കൊണ്ടാണ്. ആൻഡ് നമുക്ക് 6 to 8 നമ്പർ ആണ് കാണാൻ പറ്റുക ഹെപ്പാറ്റിക് CK. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫ്രോഗ്സ് ആർ ബെനിഫിഷ്യൽ ഫോർ മാൻകൈൻഡ്, ജസ്റ്റിഫൈ ദി സ്റ്റേറ്റ്മെന്റ്. അപ്പോ ഫ്രോഗ്സ് മാൻകൈൻഡിന് എങ്ങനെയാണ് ബെനിഫിഷ്യൽ ആവുന്നതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഏതൊരു ആനിമൽ, ഏതൊരു ഓർഗാനിസം എടുത്താലും നമുക്ക് ബേസിക്കലി എന്താണ് എക്കോസിസ്റ്റത്തിന് ഓരോന്നിനും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഓരോന്നിന്റെയും റോൾ എങ്ങനെയാണ്? ഇമ്പോർട്ടന്റ് തന്നെയാണ്. അപ്പോൾ ബേസിക്കലി എന്ത് പറയാൻ പറ്റും? നമ്മുടെ എക്കോസിസ്റ്റം ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. എങ്ങനെ? കാരണം നമ്മുടെ ഫുഡ് ചെയിന്റെ ഒരു ഭാഗമായതുകൊണ്ട്. ഇനി ഫ്രോഗ്സ് ആരെത്തുന്നും? നമ്മുടെ ഇൻസെക്ട്സിനെ തിന്നും. ആൻഡ് ഈ ഇൻസെക്ട്സ് എങ്ങനെയാണ് ഡെട്രിമെന്റൽ ടു ആർക്ക്? നമ്മുടെ ക്രോപ്സിനെ നശിപ്പിക്കുന്ന ഇൻസെക്ട്സിനെ കഴിക്കുന്നതുകൊണ്ട്. ആൻഡ് അങ്ങനെ നമ്മുടെ ക്രോപ്സ് നശിക്കുന്നത് തടയുന്നതും ആൻഡ് നമ്മുടെ ഫാമേഴ്സിന്റെ ഒക്കെ എക്സ്പെൻഡിച്ചർ ഇങ്ങനെ ചെലവ് ചുരുക്കുന്നതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ മാൻ കൈൻഡിന് ബെനിഫിഷ്യൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. പ്രൊട്ടക്ടിങ് ക്രോപ്പ് ഡാമേജ്. നമുക്ക് ഇൻസെക്ടിസൈഡ് വേറെ ഉപയോഗിക്കേണ്ട കാര്യമില്ല. കാരണം എന്താ? നമ്മുടെ ഉള്ള ഫ്രോഗ് ഓൾറെഡി ഇൻസെക്ട്സിനൊക്കെ കഴിക്കുന്നുണ്ട്. ഇനി ചില സ്ഥലത്ത് ഫ്രോഗിന്റെ ലെഗ്, അവിടുത്തെ മസിൽസ് നമ്മൾ ഫുഡായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ടീച്ചിങ് ആൻഡ് റിസർച്ച് പർപ്പസസിന് നമ്മുടെ എക്സ്പെരിമെന്റൽ മെറ്റീരിയൽ ആയിട്ടും നമ്മൾ ഫ്രോഗിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് എന്ത്? എക്കണോമിക് യൂസസ് ഓഫ് ഫ്രോഗ്സ്. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? The body of sponges does not possess tissue level of organization, though it is made of thousands of cells. നമ്മൾ ആനിമൽ കിങ്ഡത്തിൽ കണ്ടാണ് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് സ്പോഞ്ചസിന്. ആൻഡ് അതിൽ ടിഷ്യൂ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. ജസ്റ്റ് ലൂസ് ആയിട്ടുള്ള സെൽസ് അഗ്രിഗേറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ജസ്റ്റ് ബേസിക് സ്ട്രക്ചർ. അപ്പൊ സ്പോഞ്ചസ് കാണിക്കുന്ന എന്താ? സെല്ലുലാർ ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷൻ. ഇനി കുറെ സെൽസ് ഉണ്ട്, അതായത് ലൂസ്ലി അറേഞ്ച്ഡ് അല്ലെങ്കിൽ അഗ്രിഗേറ്റ് ആയിട്ട് ഫോം ചെയ്യുന്നതാണ്. ആൻഡ് അവർക്ക് ടിഷ്യൂ ഫോർമേഷൻ ആബ്സെന്റ് ആണ്. അതായത് അത്രയും അഡ്വാൻസ്ഡ് അല്ല നമ്മുടെ സ്പോഞ്ചസ്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് അറ്റൈൻ ഡിഫറെന്റ് ലെവൽസ് ആസ് സെൽ, ഓർഗൻ സിസ്റ്റം. ഇതിൽ ഏതാണ് മിസ്സിംഗ് ആൻഡ് അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം സെല്ല് കഴിഞ്ഞാൽ ഓർഗന് മുമ്പ് എന്തും കൂടി ഉണ്ട്? നമ്മുടെ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പോ ഈ കംപ്ലീറ്റ് ഓർഡർ എങ്ങനെയായിരിക്കും? സെൽ, ടിഷ്യൂ, ഓർഗൻ ആൻഡ് ഓർഗൻ സിസ്റ്റം. ഇനി ഈ ഓർഗനൈസേഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഡിവിഷൻ ഓഫ് ലേബർ, ആ ടേം എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെ? അത് ഡിവിഷൻ ഓഫ് ലേബർ കാണിക്കും. ആൻഡ് അതുകൊണ്ട് തന്നെ ബോഡി ആസ് എ ഹോളിന്റെ സർവൈവലിന് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതായത് നമുക്കിപ്പോ നമ്മുടെ ഹ്യൂമൻ ബോഡി എടുത്ത് നോക്കുകയാണെങ്കിൽ ഡിഫറെന്റ് ഓർഗൻസ് ഉണ്ട്. ഡിഫറെന്റ് ഓർഗൻസ് ആർ കൺസേൺഡ് വിത്ത് ഡിഫറെന്റ് ഫങ്ഷൻസ്. ഇനി എത്ര ചെറിയ ആനിമലോ എത്ര വലിയ ആനിമലോ ആണെങ്കിലും സെയിം ഫങ്ഷൻസ് ചെയ്യുന്നവരെ ഒരുമിച്ച് നിർത്തിയിട്ട് അവരെങ്ങനെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയാണ് കാര്യങ്ങൾ കുറച്ചും കൂടി ഈസിയർ ആവുന്നു. ആൻഡ് സർവൈവൽ കുറച്ചും കൂടി ബെറ്റർ ആവുന്നു, കൺവീനിയന്റ് ആവുന്നു. അപ്പോ ഇതാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി ഫിഫ്ത് ക്വസ്റ്റ്യൻ എന്താണ്? ഫിഫ്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയൽ സെൽസ് ഹാവ് ലിമിറ്റഡ് റോൾ ഇൻ സെക്രീഷൻ, ജസ്റ്റിഫൈ ദയർ റോൾ ഇൻ ആർ സ്കിൻ. ഇപ്പൊ തേർഡ് ക്വസ്റ്റ്യൻ ആണ് സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയൽ സെൽസിനെ പറ്റി. നമുക്കറിയാം നമ്മുടെ സ്കിൻ എങ്ങനെയാണ് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ അത് എക്സ്റ്റേണൽ എൻവയൺമെന്റുമായിട്ട് നല്ല എന്തുണ്ട്? എക്സ്പോഷർ ഒക്കെ ഉണ്ട്. അപ്പൊ അതിനെങ്ങനെ നല്ല പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ വേണം. ഫ്രം ഒരു ബാരിയർ പോലെ ആക്ട് ചെയ്യാൻ നമ്മുടെ ഏത് ഹെൽപ്പ് ചെയ്യും? നമ്മുടെ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയൽ സെൽസ് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോ അതൊരു കമ്പൗണ്ട് എപ്പിത്തീലിയത്തിന്റെ എക്സാമ്പിൾ ആണ് ഈ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം. കാരണം എന്താ? അതിന് മോർ ദൻ 1 ലേയേഴ്സ് ഉണ്ട്. സ്ട്രാറ്റ, അതായത് ഡിഫറെന്റ് മൾട്ടിപ്പിൾ ലേയേഴ്സ് ഉണ്ട്, ഒരൊറ്റ സിംഗിൾ ലെയർ ഒന്നുമല്ല. ആൻഡ് അവർക്ക് എങ്ങനെയാണ് സെക്രീഷൻ അബ്സോർപ്ഷൻ? അപ്പൊ സെക്രീഷനും അബ്സോർപ്ഷനും മെയിൻലി കൺസേൺഡ് അല്ല. കാരണം എന്താ? സെക്രീറ്റും അബ്സോർബ് ഒക്കെ ചെയ്യണമെങ്കിൽ ഒരു തിൻ ലെയർ ആയിരിക്കണം. അപ്പൊ ഒരു ലെയർ ഉണ്ട്, അവിടെ സെല്ല് ഡയറക്ട്ലി സെക്രീറ്റ് ചെയ്യുമ്പോൾ അത് അതിന്റെ ലൂമനിലേക്ക് എത്തണം. അല്ലാണ്ട് മൾട്ടിപ്പിൾ സെൽ ഇങ്ങനെ ലെയർ ഫോം ചെയ്ത് ഈ ഒരു സെല്ലിന്റെ സെക്രീഷൻ ഇങ്ങോട്ടേക്ക് അകത്തോട്ടെത്താൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ എങ്ങനെയാണ്? എപ്പോഴും സെക്രീറ്ററി ആൻഡ് അബ്സോർപ്റ്റീവ് കേപ്പബിലിറ്റി വേണമെങ്കിൽ ആ സെല്ലിന് ഒരു സിംഗിൾ ലെയർ ആണ് ബെറ്റർ. അപ്പൊ മൾട്ടിപ്പിൾ ലെയർ ഉള്ളതുകൊണ്ട് സെക്രീഷനും അബ്സോർപ്ഷനും ഒക്കെ ലിമിറ്റഡ് റോള് മാത്രമേ ഉള്ളൂ. മെയിൻ ഫംഗ്ഷൻ എന്താണ്?
കെമിക്കൽ ആൻഡ് മെക്കാനിക്കൽ സ്ട്രെസ്സിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ. ഫോർ എക്സാമ്പിൾ നമ്മുടെ സ്കിൻ എടുത്ത് നോക്കിയാലോ, സ്കിന്നിൽ എപ്പിഡെർമിസ് ഉണ്ടെന്ന് അറിയാം. ആൻഡ് അവിടെ എന്ത് ഫോം ഉണ്ട്? കെരാറ്റിൻ പ്രസൻസ് കാണിക്കുന്ന കെരാറ്റിനൈസ്ഡ് സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം നമുക്ക് എപ്പിഡെർമിസിൽ കാണാൻ പറ്റും. ആൻഡ് അതെങ്ങനെയാണ്? ഇംപെർമിയബിൾ ആണ് വാട്ടർ ആൻഡ് അതർ സബ്സ്റ്റൻസസ്. ആൻഡ് ഒരു അബ്രേഷൻസിന് ബാക്കിയുള്ള എക്സ്റ്റേണൽ എൻവയൺമെന്റിലെ ഹാർഷ് ഇതിൽ നിന്നൊക്കെ നമുക്ക് പ്രൊട്ടക്റ്റീവ് കവറിങ് തരുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് എന്തിന്റെ ഫംഗ്ഷൻ? നമ്മുടെ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയത്തിന്റെ ഫംഗ്ഷൻ, അതിന്റെ റോൾ ഇൻ ആർ സ്കിൻ. ഇനി 6th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? 6th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഹൗ ഡസ് എ ഗ്യാപ് ജംഗ്ഷൻ ഫെസിലിറ്റേറ്റ് ഇന്റർ സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ നേരത്തെ ഓൾറെഡി ടൈപ്സ് ഓഫ് ജംഗ്ഷനിൽ 3 കണ്ടിരുന്നു. ടൈറ്റ് ജംഗ്ഷൻ, ഗ്യാപ് ജംഗ്ഷൻ, അഡറിംഗ് ജംഗ്ഷൻ. അപ്പോൾ ഇതിൽ ഗ്യാപ് ജംഗ്ഷൻ നമുക്കറിയാം കമ്മ്യൂണിക്കേഷൻ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് കെമിക്കൽസ് ബിറ്റ്വീൻ സെൽസ്. അത് നെയ്ബറിംഗ് സെൽസിന് ഇവിടുന്ന് അങ്ങോട്ടൊരു സാധനം കൊടുക്കണമെങ്കിലോ അവിടെ നിന്ന് ഇങ്ങോട്ടൊരു സാധനം വാങ്ങണമെങ്കിലോ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഗ്യാപ് ജംഗ്ഷൻ. അപ്പോൾ എന്താണ് അവരുടെ ഫംഗ്ഷൻ? കെമിക്കൽ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ അഡ്ജസന്റ് സെൽസ്. ഇനി അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്കറിയാം. 2 സെൽസ് ഉണ്ട്, അഡ്ജസന്റ് സെൽസ്, നെയ്ബറിംഗ് സെൽസ് കണക്ട് ഇങ്ങനെ ഇമാജിൻ ചെയ്യുക. ആൻഡ് ഇതിന് നടുക്ക് ചെറിയ ഗ്യാപ്പ് ഉണ്ടാക്കി നമ്മുടെ എന്തുണ്ട്? ഗ്യാപ് ജംഗ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഇനി ഗ്യാപ് ജംഗ്ഷൻ ഉള്ളതുകൊണ്ട് ഇവിടെയുള്ള മെറ്റീരിയൽ ഇങ്ങോട്ട് പോവാം, ഇവിടെ നിന്നുള്ളത് ഇങ്ങോട്ടും പോവാം, അതിന്റെ ഫെസിലിറ്റേഷൻ നടക്കും. അപ്പോൾ ബേസിക്കലി എന്താണ്? ഇവിടുത്തെ സൈറ്റോപ്ലാസും ഈ ജംഗ്ഷൻ വഴി കണക്റ്റഡ് ആണ്. അപ്പോ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ദേ കമ്മ്യൂണിക്കേറ്റ് ഈച്ച് അതർ ബൈ കണക്ടിങ് ദ സൈറ്റോപ്ലാസം ഓഫ് നെയ്ബറിംഗ് സെൽസ്. ആൻഡ് അത് കൂടി എന്ത് സംഭവിക്കുന്നു? ട്രാൻസ്ഫർ ഓഫ് അയൺസ്, അല്ലെങ്കിൽ ചെറിയ മോളിക്യൂൾസ് ആൻഡ് സംടൈംസ് ബിഗ് മോളിക്യൂൾസ്, എല്ലാ മോളിക്യൂൾസിന്റെയും ട്രാൻസ്ഫർ ഹെൽപ്പ് ചെയ്യും, ഫെസിലിറ്റേറ്റ് ചെയ്യും. അപ്പൊ ഇതാണ് ഏതിന്റെ ആൻസർ? 6th ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി 7th ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ വൈ ആർ ബ്ലഡ്, ബോൺ ആൻഡ് കാർട്ടിലേജ് കോൾഡ് കണക്റ്റീവ് ടിഷ്യൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും? പേര് പോലെ തന്നെ എന്താണ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? പലതരം ഡിഫറെന്റ് സാധനങ്ങൾ, അത് ടിഷ്യൂസ് ആവാം, ഓർഗൻസ് ആവാം, അങ്ങനെ എന്തോ ആവാം, അതിനെ കണക്ട് ചെയ്ത് ഒരുമിച്ച് വെക്കുക എന്നുള്ളത് 6th ക്വസ്റ്റ്യൻ വരെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. ബാക്കിയുള്ള 7th ക്വസ്റ്റ്യൻ തൊട്ട് നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.